ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവിടെ ആക്കിയ അവൻ്റെ കൃപയ്ക്കായി ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. പ്രത്യേകിച്ച് ഞാൻ വളരെ പ്രിയപ്പെടുന്നവരായ ആളുകളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, ദൈവത്തിൻ്റെ വചനം പറയുവാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാനൊക്കെ കർത്താവ് നൽകിയ അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മീറ്റിങ്ങുകൾ പലപ്പോഴും എന്ത് ലക്ഷ്യത്തോടു കൂടെയാണ് നടക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. ശരിക്കും നമുക്ക് ആവശ്യമുള്ളത് ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ക്യാമ്പുകൾ, കൺവെൻഷൻസ്, ക്രൂസൈഡ്സ്, ബൈബിൾ ക്ലാസ്സുകൾ എന്നിങ്ങനെ പല നിലകളിൽ നമ്മൾ ദൈവവചന ശുശ്രൂഷകൾ നിർവഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ബൈബിൾ ക്ലാസ്സുകൾക്ക് ഇന്ന് കുറേ കൂടെയൊക്കെ പ്രാധാന്യം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കിട്ടുന്നുണ്ടെന്നുള്ളത് എൻ്റെ ഒരു തോന്നലാണോ എന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ പാസ്റ്റർ ബാബു ചെറിയാൻ എറണാകുളത്തുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കൂടി നടത്തിയ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ അനുഭവം പറഞ്ഞത് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ടെലിഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു. മറ്റൊന്നുമല്ല, പുതുപ്പള്ളിയിലൂടെ അദ്ദേഹം പോകുന്ന കൂട്ടത്തിൽ എവിടെയോ ഒരു കൺവെൻഷൻ, ഒരു മീറ്റിങ്ങിന് വേണ്ടി പോകുകയാണ്, ഒരു ബൈബിൾ ക്ലാസ്സിന് വേണ്ടി പോകുകയാണ്. അപ്പം അവിടെ ഒരു ചായക്കടയിൽ കയറി ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പാസ്റ്ററെ പരിചയമുള്ള ഒരാളെ കണ്ടു. പാസ്റ്റർ എവിടെയാണ് മീറ്റിംഗ് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അടുത്താണ്, ഒരു ബൈബിൾ ക്ലാസ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആണോ കൺവെൻഷന് വല്ലതും ആരെന്തെങ്കിലും അങ്ങ് വരായിരുന്നു, ബൈബിൾ ക്ലാസ്സിനെല്ലാം വരാനാ എന്നിങ്ങനെ ചോദിച്ചു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ വാസ്തവത്തിൽ ഇന്ന് പറ്റിയിരിക്കുന്ന എന്താണ്, ദൈവവചന പഠനത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തതായ ഒരു സാഹചര്യത്തിൽ ദൈവവചന പഠനം എത്രത്തോളം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ ചില പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് പാറമേൽ അടിസ്ഥാനം ഇടുന്നവൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളെ രക്ഷയ്ക്ക് പ്രാപ്തമാക്കിയത് ജഡാവതരണം ചെയ്ത ദൈവത്തിൻ്റെ വചനമാണ്, ദി ഇൻകാർണേറ്റഡ് വേർഡ്. If God was not incarnated, or the word was not, if the word was not coming in a flesh, കർത്താവിൻ്റെ വചനം ജഡത്തിലേക്ക് വന്നിരുന്നില്ല എങ്കിൽ നമുക്ക് ആർക്കും വീണ്ടെടുപ്പ് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് ഇൻകാർണേറ്റഡ് വേർഡ് ആണ് നമ്മുടെ രക്ഷയ്ക്ക് നമ്മളെ പ്രാപ്തമാക്കിയത്. എന്നാൽ അതേസമയം ആ രക്ഷയിൽ നമ്മളെ വളർത്തുന്നത് എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോൾ എഴുതപ്പെട്ട ദൈവവചനം, ജഡാവതരണം ചെയ്ത വചനവും, ഇത് രണ്ടുമാണ് വാസ്തവത്തിൽ നമ്മുടെ രക്ഷയെ പ്രാവർത്തികമാക്കുന്നത്. നമ്മുടെ രക്ഷയ്ക്ക് നമ്മളെ പ്രാപ്തമാക്കിയത് വചനം ജഡമായി തീർന്ന യേശു കർത്താവ്. എന്നാൽ നമ്മെ രക്ഷയിൽ വളർത്തുന്നത് എന്ത്? എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം. ആ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകേണ്ടത് ഒരു ട്രാൻസ്ഫോർമേഷനാണ്. പലപ്പോഴും ബൈബിൾ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോഴും ഉണ്ടാകുന്നൊരു പ്രോബ്ലം ഉണ്ട്. ബൈബിൾ ക്ലാസ്സുകളിൽ നമുക്ക് പലപ്പോഴും കിട്ടുന്നത് ഇൻഫർമേഷനാണ്. എന്നാൽ ബൈബിൾ ക്ലാസ്സുകൾ നമുക്ക് ഉണ്ടാക്കേണ്ടത് ഇൻഫർമേഷൻ അല്ല, ട്രാൻസ്ഫോർമേഷനാണ്. ഇൻഫർമേഷൻ്റെ ഒരു പ്രശ്നം, വേദപുസ്തകം പറയുന്ന പോലെ അറിവ് ചീർപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ, ഇൻഫർമേഷൻ ദാറ്റ് ഈസ് നോളജ്. ഇത് പ്രോബ്ലം വിത്ത് നോളജ്, നമ്മളത് ചീർപ്പിക്കുക. ഇപ്പം എനിക്കിപ്പം 5 അടി 5 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. ഹൈറ്റേ ഉള്ളെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഇത്രയും കർത്താവ് തന്നത്. അതുകൊണ്ട് ഇപ്പം 5 അടി 5 ഇഞ്ച് ഹൈറ്റേ ഉള്ളൂ എന്ന് വീപ്പച്ചായനെ പോലെ ഹൈറ്റ് വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കാര്യം ഓരോരുത്തർക്കും കർത്താവ് ഓരോന്നാണ് കൊടുക്കുന്നത്. എനിക്ക് ആദ്യമൊക്കെ അല്പം പ്രയാസം ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ വീട്ടിൽ അങ്ങനെ ഹൈറ്റ് കുറഞ്ഞ ആളുകളൊന്നും അല്ല, എല്ലാവരും ഒന്നും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹൈറ്റ് കുറഞ്ഞതിനകത്തൊരു സ്വല്പം പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലെ മിഷൻ വർക്ക് തുടങ്ങിയപ്പം ഒത്തിരി ട്രാവൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മിക്കവാറും കിട്ടുന്ന ഈ സൈഡ് ബെർത്ത് 5 അടി 6 ഇഞ്ച് എനിക്ക് കറക്റ്റായിട്ട് അതിനകത്ത് കിടക്കാം. അപ്പോൾ ഞാനവല്ല ചോദിച്ചു, എൻ്റെ ദൈവമേ, വല്ല 6 അടി 5 ഇഞ്ച് വല്ലതും ആയിരുന്നെങ്കിൽ. എനിക്ക് ആഫ്രിക്കയിൽ ഒരു ഫ്രണ്ടുണ്ട്, അവിടുത്തെ ടാൻസാനിയൻ അസംബ്ലീസ് ഓഫ് ഗോഡിലെ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു ക്യാപ്റ്റൻ ചെയ്യാൻ. എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സിലൊരാളാണ് 6 അടി 9 ഇഞ്ച് അദ്ദേഹത്തിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഞാൻ ആലോചിച്ച്, അങ്ങനെ പോലെ വല്ലതും ആയിരുന്നു ഞാനെങ്കിൽ ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിക്കേണ്ടി വന്നേനെയും. അതുകൊണ്ട് കർത്താവിന് അറിയാമായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ട്രെയിനിലും ഒക്കെ ഒത്തിരി കയറി, അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണെങ്കിൽ ഒത്തിരി ട്രാവൽ ചെയ്യേണ്ടി വരുമെന്ന് അറിയാമായിരുന്നത് കൊണ്ട് കർത്താവ് എനിക്ക് 5 അടി 5 ഇഞ്ച് ആയപ്പോൾ ഒരു അടിയൊക്കെ തന്ന് കറക്റ്റായിട്ട് അവിടെ നിർത്തി. പക്ഷേ ഞാൻ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിന് വെയിറ്റ് കൂട്ടണമെങ്കിൽ മുകളിലോട്ട് എന്താണെങ്കിലും വളരത്തില്ല, പിന്നെ സൈഡിലോട്ട് മാത്രമേ വളരത്തുള്ളൂ. അങ്ങനെ സൈഡിലോട്ട് വളർന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എൻ്റെ ഷേപ്പ് എന്ന് നിങ്ങൾക്ക് ഭാവനയും കാണാനുള്ളതേ ഉള്ളൂ. എന്നാൽ ഹൈറ്റ് ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ആ വളർച്ചയ്ക്ക് എന്താണ് അത് കൂടുതൽ പ്രയോജനം, അല്ലെങ്കിൽ ദാറ്റ്സ് മോർ കംഫർട്ടബിൾ, നമ്മൾ കംഫർട്ടബിൾ ആകുന്നത്. സോ വാട്ട് ഐ വോണ്ടഡ് ടു സേ, ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ സൈഡിലോട്ടുള്ള വളർച്ച പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പക്ഷേ ട്രാൻസ്ഫോർമേഷനാണ് നമ്മളെ സ്വർഗത്തിൻ്റെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ശരിക്കും ആവശ്യമായിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്.
ആ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ വചന പഠനം കൊണ്ട് അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നതും. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് രൂപാന്തരം വരുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യത്യാസം, സ്വർഗത്തോടെ നമ്മൾ കൂടുതൽ ആ ഉയരത്തിലേക്കുള്ള നമ്മുടെ വളർച്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ പാസ്റ്റർ ഭക്തവത്സലനുമായിട്ട് ഞാൻ ഇന്ന് സംസാരിച്ചപ്പോഴും അദ്ദേഹം ബാംഗ്ലൂരിൽ എന്തുമാത്രം ചർച്ചസ്, എന്തുമാത്രം പ്രവർത്തനങ്ങൾ, എന്തുമാത്രം കാര്യങ്ങൾ, പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പഠനം തോതനുസരിച്ച് നടക്കുന്നുണ്ടോ എന്ന സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. ഇറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഞാൻ പങ്കെടുക്കുന്ന അവിടുത്തെ TAGയിലെ ട്രാൻസ്ജെൻഡർ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഡാറുസലാമിലെ ചർച്ചിൻ്റെ പാസ്റ്റർ മഗംബെ, വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി സ്ഥലങ്ങളിൽ മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്. ഇൻഫാക്റ്റ് ഞാൻ അദ്ദേഹവും ഒരുമിച്ച് വി വർക്ക് ടുഗെദർ. അദ്ദേഹം പലപ്പോഴും ആഫ്രിക്കൻ ചർച്ചിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നൊരു കാര്യം, അത് അദ്ദേഹം പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അദ്ദേഹം പറഞ്ഞതാണ്, ആഫ്രിക്കൻ ചർച്ച് ഈസ് 1000 kilometers wide and 1 centimeter deep എന്നാണ്. അത് നമ്മൾ പറയുന്നത് ശരിയല്ല, അവർ തന്നെ പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. 1000 kilometers wide and 1 centimeter deep. 1000 കിലോമീറ്റർ പരന്ന് കിടക്കുകയാണ്, പക്ഷേ 1 സെൻറ്റിമീറ്റർ പോലും ആഴമില്ല എന്ന് അദ്ദേഹം പറയുണ്ടായി. അദ്ദേഹം എന്നെ നിർത്തിക്കൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് വി നീഡ് പീപ്പിൾ ലൈക്ക് സാജു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ദൈവം എനിക്ക് അവിടെ തന്നിരിക്കുന്ന ശുശ്രൂഷയും അതാണ്. അല്ലാതെ അവിടെ പോയി വലിയ ചർച്ചസ് ഉണ്ടാക്കാനൊന്നും കർത്താവിനോട് പറഞ്ഞിട്ടില്ല. അവിടെ ഉള്ള ചർച്ചസിനെ എക്വിപ്പ് ചെയ്യാന്നുള്ള ഒരു പ്രത്യേക ദൗത്യമാണ് കർത്താവ് എനിക്ക് ആഫ്രിക്കയിൽ നൽകിയിരിക്കുന്നത്. അത് ചെയ്യാനുള്ള വഴികൾ കർത്താവ് അത്ഭുതകരമായിട്ട് 4 വർഷം കൊണ്ട് 40 വർഷം അവിടെ താമസിച്ചാൽ കിട്ടുന്ന അത്രയും കോൺടാക്ട്സും അതുപോലെയുള്ള കാര്യങ്ങളും കർത്താവ് എനിക്ക് അവിടെ നൽകി തന്നു. അതോടൊപ്പം ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഇത് ആഫ്രിക്കയെക്കുറിച്ച് മാത്രമാണോ ശരി എന്നുള്ളത് ഇന്നിപ്പോൾ ആലോചിക്കേണ്ടി വരുന്നു. ഇന്ത്യയെക്കുറിച്ചും, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പല സിറ്റികളിലെ വളർച്ച ആലോചിക്കുമ്പോൾ, ഈ മെഗാ ചർച്ചസിൻ്റെ ഒക്കെ വളർച്ച ആലോചിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. How deep it is. Of course, we have a lot of people coming to the church. We come to the worship. അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഡെപ്ത് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ഈ സഭകളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും സംശയിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് എന്താ പ്രശ്നം? ചർച്ചിനകത്ത് ഇത് ഭയങ്കര അത്ഭുതകരമായിരുന്നു. നമുക്ക് വി ആർ ഇൻസൈഡ് ദ ചർച്ച്, വി ആർ ഇൻ ഹെവൻ. ബട്ട് വെൻ വി ഗോ ഔട്ട്, വാട്ട് ഹാപ്പൻസ്? ഇറ്റ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദെയർ ഡേ ടു ഡേ ലൈഫ്. അവരുടെ അനുദിന ജീവിതത്തിൽ ഈ ചർച്ചിൽ കണ്ടതൊന്നുമല്ല കാണുന്നത്, നേരെ വിപരീതമായ കാര്യങ്ങളാണ് കാണുന്നത്. Then it is very difficult for them to live a Christian life outside the church. So what is inside the church is not a big matter at all. That's what I think. ബിക്കോസ് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പറയാറുള്ള ഉദാഹരണമുണ്ട്. മാത്യു ചാപ്റ്റർ 7 നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ആ കർത്താവിൻ്റെ അടുത്ത് തുറന്നു കിട്ടാൻ ആഗ്രഹിച്ച് കടന്നു ചെല്ലുന്നതായ ആളുകളോട് കർത്താവ് പറയുന്നത്, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. അവർ ചോദിക്കുന്നത്, എന്താ കർത്താവ് അങ്ങനെ പറയുന്നത്? ഞങ്ങൾ പ്രവചിച്ചത് നീ കേട്ടില്ലേ? നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചത്, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയത്, നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ പ്രവർത്തിച്ചത്, ഇതൊക്കെ കണ്ടിട്ടില്ലേ? കർത്താവ് പറഞ്ഞു, ഞാനതൊന്നും കണ്ടില്ല. പിന്നെന്താ കണ്ടത്? ഞാൻ കണ്ടത്, നിങ്ങളെ നോക്കുമ്പോഴല്ല ഞാൻ കണ്ടത് നിങ്ങളുടെ അധർമ്മമാണ്. നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, ചിലപ്പോൾ പറയാറുണ്ടല്ലോ, എന്തോടാ ചോറൊക്കെ വലിയ കുമ്പാരമായിട്ട് വിളമ്പി കാണത്തില്ലല്ലോടാ, ചോറിരിക്കുന്നത് കൊണ്ട് പുറകിലിരിക്കുന്ന ആളെ കാണത്തില്ലല്ലോ എന്നിങ്ങനെ പറയാറുണ്ട്, റൈറ്റ്? ഇതേപോലെ തന്നെ കർത്താവ് പറയുന്നത്, ഇവർ പ്രവചിച്ചില്ലെന്നൊന്നും കർത്താവ് പറയുന്നില്ല. ഇവർ കള്ളമൊന്നുമല്ല പറഞ്ഞത്, ഇവർ പ്രവചിച്ചു, ഇവർ ഭൂതങ്ങളെ പുറത്താക്കി, ഇവർ വീര്യപ്രവർത്തികൾ ചെയ്തു, ഇതെല്ലാം ശരിയാണ്. കർത്താവ് പറഞ്ഞത്, അതിൻ്റെ മുമ്പിൽ നിങ്ങളുടെ അധർമ്മം വലിയ ഒരു കുന്നുപോലെ നിന്നതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നൊന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ നിങ്ങളെ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു വലിയ ഒരു ചിന്ത, ഇവർ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തതൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻസൈഡ് ദ ചർച്ച്. പക്ഷേ അധർമ്മം പ്രവർത്തിച്ചത് എന്താണെങ്കിലും ഇൻസൈഡ് ദ ചർച്ച് അല്ല. അധർമ്മം പ്രവർത്തിച്ചത് എവിടെയാണ്? ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ചർച്ച്. സോ സ്വർഗത്തിലോട്ട് നമ്മളെ കയറ്റുന്നത് നമ്മളുടെ ചർച്ചിനകത്തെ പെർഫോമൻസ് വെച്ചല്ല, ചർച്ചിന് പുറത്തെ പെർഫോമൻസ് വെച്ചാണ്. അതൊരു ഭയങ്കരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. അതൊരു വലിയ ഡിസപ്ഷനാണെന്ന് പറയാൻ കാര്യം, these people couldn't believe that when Jesus rejected them, Jesus was not allowing them to get in. അതിനകത്തേക്ക് കയറാൻ ഇവരെ സമ്മതിക്കാതിരുന്നപ്പോഴത്തേക്ക് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ they never thought, അവർ ഒരിക്കലും ചിന്തിച്ചില്ല they would be rejected, അവർ പുറത്താക്കപ്പെടുമെന്നുള്ളത് അവരൊരിക്കലും ചിന്തിച്ചില്ല. This is exactly what is going to happen in the last day. അന്ത്യ ദിവസം വാസ്തവത്തിൽ സംഭവിക്കാൻ പോകുന്ന ഇതാണ്. Many people who strongly believed, who had confidence in themselves that they are going to heaven,
they are rejected. You know why? Because what you do inside the church is not counted when you reach eternity. സ്വർഗത്തിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് സഭയ്ക്കുള്ളിലെ പെർഫോമൻസ് വെച്ച് കർത്താവ് നിങ്ങളെ അങ്ങ് കയറ്റി വിടുമെന്ന്. നോ. God is always concerned about what you are doing 6 days outside the church, not Sunday inside the church. ഇത് വലിയൊരു what do you say? We need to be very careful about our life outside the church. ഇതിനകത്തെ കാര്യങ്ങൾ ആവശ്യമാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഗുഡ്. പ്രവചനം ആവശ്യമാണോ, സഭയിലെ കാര്യങ്ങൾ ആവശ്യമാണോ, ഐ എം ഹാപ്പി വിത്ത് എവറിഥിങ്. പക്ഷെ ഇതേപോലെ തന്നെ ഒരു പ്രോബ്ലം ഇന്നത്തെ വേർഷിപ്പിനുമുണ്ട്. പീപ്പിൾ വർഷിപ്പ് ഇൻസൈഡ് ദ ചർച്ച്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു പ്രത്യേകമായ ആംബിയൻസ് തന്നെ നമുക്ക് ഇന്ന് വേർഷിപ്പിന് പറ്റുന്ന ആംബിയൻസ് ആണ്. ഏത് ചർച്ച് ഹോളും നമ്മൾ പണിയുമ്പോഴും നമ്മുടെ മനസ്സിൽ വേർഷിപ്പിന് പറ്റുന്ന ഒരു ആംബിയൻസ് ഉണ്ടാക്കിയെടുക്കാനാണ്. And the sound system and everything is perfect, very good, and people are worshiping God and they are singing songs. I love songs anyway. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് കാര്യങ്ങളും പെർഫോമൻസ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ സ്പിരിറ്റ് നഷ്ടപ്പെടുകയാണ്. ഞാൻ പലപ്പോഴും, നിങ്ങൾക്കറിയാമല്ലോ, ആഫ്രിക്കൻസിൻ്റെ പാട്ടാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇഫ് യു ആർ പെർഫോമിങ്, നമ്മളൊരു വലിയ പ്രശ്നം പെർഫോമൻസിന് വേണ്ടിയാണ് നമ്മൾ പാട്ട് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരുമാതിരി മാനമര്യാദയ്ക്കൊക്കെ പാട്ട് പാടുന്നത് ശരിയാണ്. പക്ഷെ പാട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഇൻ അവർ മൈൻഡ്. ഞാൻ ഈ അടുത്ത സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്, എന്താ നമ്മുടെ ചർച്ചസിന് പറ്റിയിട്ടുള്ള വലിയൊരു പാളിച്ച എന്താണ്. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലെ കാര്യം ഓർക്കുന്നുണ്ട്. ഐ റിമെമ്പർ വാട്ട് വാസ് ഹാപ്പനിങ് വെൻ ഐ ബിക്കെയിം എ ക്രിസ്ത്യൻ. ഇറ്റ് വാസ് 37 years back. ഐ വാസ് എ ഹൈസ്കൂൾ ബോയ്. ഞാനൊരു ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ക്രിസ്ത്യാനിയായത്. ക്രിസ്ത്യാനി മീൻസ് വിശ്വാസിയായത്. യെസ്, ദാറ്റ് ഈസ് ഹൂ ഈസ് എ ക്രിസ്ത്യൻ. എ ക്രിസ്ത്യൻ ഈസ് എ പേഴ്സൺ ഹൂ ഹാസ് ക്രൈസ്റ്റ് ഇൻ. അല്ലാതെ സഭ അല്ലല്ലോ ഒരാളെ ക്രിസ്ത്യാനിയാക്കുന്നത്. വി ഹാവ് മെനി ചർച്ചിയൻസ് ബിക്കോസ് ദേ ഹാവ് ചർച്ച് ഇൻ ബട്ട് നോ ക്രൈസ്റ്റ് ഇൻ. ചർച്ചിയൻസ് ഒത്തിരി ഉണ്ട്, പക്ഷേ ക്രിസ്ത്യൻസ് വളരെ കുറവാണ്. ഹൂ ഈസ് എ ക്രിസ്ത്യൻ? എ ക്രിസ്ത്യൻ ഈസ് എ പേഴ്സൺ ഹൂ ഹാസ് ക്രൈസ്റ്റ് ഇൻ. ഒരു ക്രൈസ്റ്റ് ഇൻ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാകുന്നത് it was when I was only 13 years old and 37 years back. അപ്പോൾ അന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവർ ചർച്ച്, ഞാൻ പോയ ചർച്ച്, അല്ലെങ്കിൽ ഞാൻ വിശ്വാസത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തതായ ചർച്ച്, ആ ഡിനോമിനേഷണൽ ചർച്ച് കളഞ്ഞിട്ട് ഞാൻ വന്ന ചർച്ച്, അന്ന് ഞങ്ങൾക്കൊരു ചർച്ച് ഹാളില്ല. പാസ്റ്റർ ടി സി ഈശോ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീടിൻ്റെ വരാന്തയിലാണ് ഞങ്ങളന്ന് വർഷിപ്പ് നടത്തിയത്. അപ്പോൾ അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മുറിയിലും ആളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സ്റ്റേജില്ല. എന്താ സ്റ്റേജ് എന്ന് ചോദിച്ചാൽ, എല്ലാവരെയും കാണാവുന്ന സ്ഥലം ഏതാണോ അതാണ് ഞങ്ങളുടെ സ്റ്റേജ്. കാര്യം സ്റ്റേജിൽ നിന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് നോക്കിയാൽ ഞങ്ങളെ ആ മുറിയിലിരിക്കുന്നവരും ഈ മുറിയിലിരിക്കുന്നവരും ഇവിടെ ഇരിക്കുന്നവരും വരാന്തയിലിരിക്കുന്നവരും എല്ലാം കാണണം. സ്റ്റേജ് ഇല്ലാത്തത് കൊണ്ട് അവിടെ കസേരയില്ല, പെർഫോം ചെയ്യാൻ മൈക്കില്ല, അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഇല്ല. പക്ഷെ ഞങ്ങൾ കർത്താവിനെ നന്നായിട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തു. നോ പ്രോബ്ലം. അത് തന്നെയല്ല, എവ്രി സൺഡേ ആഫ്റ്റർനൂൺ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ, നേരെ പോയി സ്ട്രീറ്റുകളിൽ പരസ്യയോഗം നടത്തും. പാസ്റ്റർ മാത്യു സാമുവലും പാസ്റ്റർ ടി സി ഈശോയും അവരൊക്കെ അന്നും അറിയപ്പെടുന്ന ആളുകളാണ്. പക്ഷേ ഈ അറിയപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യും? പരസ്യവും നടത്തും. പാസ്റ്റർമാരോട് പറയാൻ എനിക്കൊരു കാര്യം എനിക്ക് ഉണ്ട്. പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇച്ചിരി അറിയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പരസ്യവും ഇല്ല, പിന്നെ അവർ മുകളിലോട്ട് കയറി പോകും അല്ലേ. ഞാൻ തിമോത്തിയെക്കുറിച്ച് തിമോത്തിയോസിനെ കുറിച്ച് പറയുന്നൊരു വാക്യം എനിക്ക് ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. തിമോത്തി വാസ് എ ബിഷപ്പ്. നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓവർസിയർ. ദാറ്റ് മീൻസ് ഹി വാസ് ഓവർസീയിങ് മെനി ചർച്ചസ്. ധാരാളം സഭകളെ ഓവർസീ ചെയ്ത ആളാണ്. ബിഷപ്പ് എന്നുള്ള പേരിനകത്ത് നിങ്ങൾ പേടിക്കുമെന്ന് വേണ്ട. ഇറ്റ് ഇസ് ജസ്റ്റ് ഓവർസിയർ. ഹി വാസ് എൻ ഓവർസിയർ. അപ്പോൾ പല സഭകളുടെ നേതാവായിരുന്ന ഒരു വ്യക്തിയാണ് തിമോത്തി. തിമോത്തിയെക്കുറിച്ച് പോൾ പറയുന്നത്, ഞാൻ നിന്നെ ഓർക്കുമ്പോൾ നിൻ്റെ കണ്ണുനീരോർക്കുന്നെന്ന. എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചൊരു വാക്യമാണ്. കാര്യം, ചെറിയ പ്രായത്തിൽ കരയുന്നവരുണ്ട്, പ്രായമായ അമ്മച്ചിമാർ കരയുന്നൊക്കെ ഉണ്ട്. പക്ഷേ അനേക സഭകളെ നയിക്കുന്ന തിമോത്തി വാസ് എ മാൻ ഓഫ് ടിയേഴ്സ്. തിമോത്തിയോസ് കണ്ണുനീരിൻ്റെ ഒരു വ്യക്തിയായിരുന്നു.
I'm just asking you pastors, including me, how many of us are crying for the churches? How many of us are crying for the people, crying for the perishing souls? നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരത്തോടെ കരയുന്ന, ചർച്ചസിനെ ഓർത്ത് കരയുന്ന, കണ്ണീരൊഴുക്കുന്ന നേതാക്കന്മാർ. മേ ബി ചെറിയ പാസ്റ്ററായിരിക്കുമ്പോഴൊക്കെ കുറച്ചൊക്കെ കരയുമായിരിക്കും. കരഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അവർ കരയിപ്പിക്കുമായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. മനുഷ്യൻ കരയിപ്പിക്കുന്നത് വേറെ, എന്താണ്, മനുഷ്യൻ കരയിപ്പിക്കുമ്പോൾ കരയുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ദൈവസന്നദ്ധിയിൽ കണ്ണുനീരൊഴുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു തിമോത്തി എന്നുള്ളത് എനിക്ക് ഒത്തിരി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. He was a man of tears. And these people, I know in those days they were preachers in many conventions. വളരെ കവറ്റഡ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ അവരെ മീറ്റിങ്ങുകൾക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. രാജൻ പാസ്റ്റർക്കൊക്കെ അറിയാം, അന്ന് പാസ്റ്റർ മാത്യു ശർമ്മയിലൊക്കെ അന്നും അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രീച്ചേഴ്സാണ് അവരൊക്കെ. പക്ഷെ അവർ എന്നെ പോലെയുള്ള 13 വയസ്സുള്ള പിള്ളേരെയും കൂട്ടിക്കൊണ്ട് പരസ്യയോഗങ്ങൾ നടത്താൻ പോകും. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാൽ ഉടനെ പരസ്യയോഗം, എവിടെയെങ്കിലുമൊക്കെ പോയി പരസ്യം നടത്തും. ഇവരെല്ലാം വരും, സൈക്കിളും ചവിട്ടി ഇവരെല്ലാവരും വരും. സാറ്റർഡേയ്സ് ഞങ്ങൾ സൈക്കിൾ എടുത്തുകൊണ്ട് സൈക്കിൾ ചവിട്ടി 30-40 കിലോമീറ്റർ ഒരു ചെറിയ ഹാൻഡ് മൈക്കുണ്ട്, അതും വെച്ച് കെട്ടി ഞങ്ങൾ ഓരോ മുക്കിനും മൂലയ്ക്കും പോയി പരസ്യങ്ങൾ നടത്തും. ഒരു വർഷം ഞങ്ങൾ ഏകദേശം ഒരു 10 കൺവെൻഷൻ നടത്തും. ചിലവില്ല, കാര്യം ഞങ്ങൾക്കുള്ള ചെറിയ ഒരു മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെന്താ 4 ഓലക്കീറൊക്കെ ഇട്ട് ഒരു ചെറിയ സ്റ്റേജ് പോലെ ഉണ്ടാക്കുന്നു. ആൻഡ് വി ജസ്റ്റ് പ്രീച്ച്. പ്രീച്ചേഴ്സ് ആരാണ്? പാസ്റ്റർ TC ഈശോ ആൻഡ് മാത്യു ശമുവൽ, പിന്നെ 13 വയസ്സുള്ള സാജു മാത്യു. ഞാൻ അന്തിച്ചു പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ആലോചിച്ചിട്ടുണ്ട് TC ഈശോയോടൊക്കെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കാരണം അതാണ്. 13 വയസ്സുള്ളപ്പോൾ അദ്ദേഹം എന്നെ കൺവെൻഷന് പ്രസംഗിപ്പിക്കും. ഇന്ന് 13 വയസ്സുള്ള ഒരു ചെറുക്കനെ വിളിച്ച് ഞാൻ പ്രസംഗിപ്പിക്കുമെന്ന് ഞാൻ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. 13 years ഉണ്ടായിരുന്ന സമയത്ത് അവരെന്നിൽ കാണിച്ച കോൺഫിഡൻസ് ആണ് ഞാൻ പറഞ്ഞത്. ആ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട്. എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ മരിപ്പച്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ ചെന്ന് ഇതുപോലൊരു മാസിക തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവർ ആദ്യം ഒന്ന് വെരുണ്ടുപോയി. ഇനി 16 വയസ്സുള്ള ഞാൻ ചെന്ന് ഒരു മാസിക തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ, പക്ഷേ അവരെന്നെ അനുവദിച്ചതിന് ആ കോൺഫിഡൻസ്. ഓക്കെ, അപ്പോൾ ഈ കൺവെൻഷൻസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടായ പ്രോബ്ലം എന്താണ്? ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി, ഇങ്ങനെ ഈ ചെറിയ ചെറിയ കൺവെൻഷൻസ് നടത്തിയാൽ എല്ലാവരും വരത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു മ്യൂസിക് ടീമിനെ വിളിച്ച് സൗണ്ട് സിസ്റ്റം ഒക്കെ വലുതായിട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഗ്രാം നടത്തണം. അപ്പോഴാകുമ്പോൾ കൂടുതൽ ആളുകൾ വരും. സോ വാട്ട് ഹാപ്പൻ? ഞങ്ങൾ മ്യൂസിക് ടീമിനെ വിളിച്ച് മ്യൂസിക് ടീമിൻ്റെ അകമ്പടിയോടുകൂടെ കൺവെൻഷന് പ്രസംഗിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ചിന്തിച്ചു, നമ്മൾ തന്നെ എന്നും പ്രസംഗിച്ചാൽ എങ്ങനെയാ? നമുക്കൊരു കാര്യം ചെയ്യാം, അറിയപ്പെടുന്ന പ്രസംഗകരെ വിളിക്കാം. അപ്പോൾ അറിയപ്പെടുന്ന പ്രസംഗകരെ വിളിച്ച് കൺവെൻഷന് പ്രസംഗിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ചിലവൊന്നും കയ്യിൽ നിൽക്കാതായി. കാര്യങ്ങൾ മനസ്സിലാക്കണം, ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോവുകയാണ്. പിന്നെ പതിയെ ഞങ്ങളൊരു ചർച്ച് ഹോൾ പണിതപ്പോൾ ഞങ്ങൾക്കൊരു സ്റ്റേജ് ഉണ്ടായി. ഈ ഡെവലപ്മെൻറ്റ് സംഭവിച്ച കാര്യം എന്നറിയാമോ? കുറിയന്നൂർ എന്ന് പറയുന്ന എൻ്റെ ഗ്രാമത്തിലോ അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ പരസ്യവും നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ? വല്ല വിധേനയും ആത്മാക്കൾ വിശ്വാസത്തിൽ വരണം. ഞങ്ങൾ പാട്ട് പാടിയപ്പോൾ ഞങ്ങളുടെ തൊണ്ടയൊന്നും കൊള്ളത്തില്ലെങ്കിലും ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു, ഈ പാട്ടിലൂടെ ദൈവനാമം. ഞങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ചൊന്നും ആലോചിച്ചില്ല, ഞങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഞങ്ങൾ പ്രസംഗിച്ചപ്പോഴും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പാട്ട് പാടാനും പ്രസംഗിക്കാനും, ഞാൻ പാട്ട് ടീമിനെതിരൊന്നും പറയുമൊന്നുമല്ല, പാട്ട് പാടാനും പ്രസംഗിക്കാനും വന്നപ്പോഴുണ്ടായ കാര്യം, അവർ വലിയ ആളുകളാണ്, അവർക്ക് പെർഫോം ചെയ്യാതെ പറ്റത്തില്ല. കാര്യം എന്താണ്? ദേ ആർ മോർ കൺസേൺഡ് അബൌട്ട് ദെയർ പെർഫോമൻസ്. ദേ ജസ്റ്റ് വാണ്ട് ടു സീ. അവർ പ്രസംഗിക്കുമ്പോഴും അതാണ് പ്രസംഗം, അവരുടെ പ്രസംഗം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് അവരാലോചിച്ചു. ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമായിരുന്നു ഞങ്ങളുടെ പ്രസംഗം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ളത്. ആ പെർഫോമൻസിൻ്റെ വളർച്ചയുണ്ടല്ലോ, അതായത് ജെനുവിനായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന, വളരെ ജെനുവിനായിട്ട് യാതൊന്നും ആലോചിക്കാതെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതായ കാര്യം പ്രൊഫഷണൽ ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻ? പെർഫോമൻസ് ഉണ്ടായി. ഈ പെർഫോമൻസ് ഞങ്ങളുടെ സഭയിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ടായി. ഇതേപോലെ തന്നെ വാട്ട് ഹാപ്പൻ? അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ചർച്ചിൽ സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് സ്റ്റേജിൻ്റെ ഇരിപ്പിടങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവിടെ ഇരിക്കുന്നത് തന്നെ എങ്ങനെ ആയിരിക്കണമെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. തിരുവത്താഴ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ. ഞാൻ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി കാണും. എല്ലാം എന്താണ്? നന്നായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ വാട്ട് ഹാപ്പൻ? വി ലോസ്റ്റ് ദ സ്പിരിറ്റ് ബിഹൈൻഡ് ഇറ്റ്.
ദിസ് ഇസ് എക്സാക്ട്ലി ഹാപ്പൻ ടു ദ ചർച്ച്. വി വർ ഡൂയിങ് ഇറ്റ് വിത്ത് അവർ ഡീപ് സ്പിരിറ്റ്. നമ്മുടെ ആഴത്തിലുള്ള ആത്മാവിലായിരുന്നു നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങിയത്. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടേണ്ടത് എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ വാട്ട് ഹാപ്പൻ, അതിൻ്റെ സ്പിരിറ്റ് നഷ്ടപ്പെടാൻ തുടങ്ങി. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യവും നന്നായിട്ട് ചെയ്യണം. അതിന് ഞാൻ എതിരൊന്നുമല്ല. എന്ത് ചെയ്യണമെങ്കിലും നന്നായിട്ട് ചെയ്യണം. പക്ഷെ അതിനകത്ത് എപ്പോഴെങ്കിലും മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് എന്ന അർത്ഥത്തിലേക്ക് എന്തെങ്കിലും കടന്നുകൂടിയാൽ അത് പരീശന്മാരിൽ നിന്ന് വ്യത്യസ്തമല്ലാതെ ആയിത്തീരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സഭകൾ പരീശ സഭകളായി പോകുന്നു. മറ്റൊന്നുമല്ല, എപ്പോഴും നമ്മുടെ മനസ്സിൽ എന്താണെന്നറിയാമോ, മറ്റുള്ളവർ എൻ്റെ പ്രകടനത്തെ, ആ വാക്ക് നമ്മൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും, എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ കോഷ്യസ് ആകാൻ തുടങ്ങി. ഞാൻ കോഷ്യസ് ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്താ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ജാഗ്രതയുള്ളവനായി തീർന്നു. ആ ജാഗ്രത ഒരു വലിയ അപകടമാണ്. ആ ജാഗ്രത അപകടമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. എൻ്റെ പ്രസംഗം, ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ തന്നെ ഇത് എൻ്റെ പ്രസംഗത്തിൻ്റെ, എൻ്റെ സ്റ്റൈലിലോ എൻ്റെ വാക്കുകളിലോ എൻ്റെ ശബ്ദത്തിലോ മറ്റുള്ളവർ ഈ പ്രസംഗത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അതൊരു പെർഫോമൻസ് ആയിട്ട് മാറുകയാണ്. അതൊരു പെർഫോമൻസ് ആകുമ്പോൾ പതിയെ ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ നിന്ന് പിന്തിരിയുവാൻ തുടങ്ങും. കാര്യം ദൈവത്തിന് സഹിക്കാൻ വയ്യാത്തൊരു കാര്യം പ്രിട്ടൻഡൻസ് ആണ്. ബാക്കി എല്ലാം കർത്താവ് സഹിക്കും, പക്ഷേ പ്രിട്ടൻഡൻസ് കർത്താവ് ഒരിക്കലും സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ജെനുവിനായിട്ട് ഞാൻ പലപ്പോഴും ആളുകളോട് പറയാനുള്ള കാര്യമുണ്ട്, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ജെനുവിൻ ആകാനായിട്ട് പരിശ്രമിക്കുക. ബാക്കിയെല്ലാം പൊക്കോട്ടെ. ആ ജെനുവിനിറ്റിയാണ് ഇന്ന് വാസ്തവത്തിൽ സഭകളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ബാക്കിയെല്ലാം ഇന്നുണ്ട്, പക്ഷേ ആ ജെനുവിനിറ്റി നഷ്ടപ്പെട്ടു പോയി. അതല്ലെങ്കിൽ അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. ഇതല്ലേ പരീശന്മാർക്കും പറ്റിയിരിക്കുന്നത്. പരീശന്മാർ പ്രാർത്ഥിക്കാത്തവരൊന്നും അല്ലല്ലോ, അവർ ഉപവസിക്കാത്തവരല്ല. അവരെന്താ ചെയ്യാത്തത്? നമ്മൾ ആത്മീകമെന്ന് ചിന്തിക്കുന്ന വേറൊരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കപടഭക്തൻ എന്നുള്ളതാണ് മനസ്സിൽ വരുന്നത്. പക്ഷേ പരീശന്മാർ തുടങ്ങിയത് അങ്ങനെയൊന്നുമല്ല. പരീശന്മാർ 2nd century BC ആന്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന സിറിയൻ കിങ് ജെറൂസലേം കീഴടക്കി സഭയെ നിരോധിച്ചതായ സമയത്ത് ഒളിവ് സഭകളാണെന്നുണ്ടായിരുന്നത്. ഇത് യഹൂദ സഭകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 1st centuryയിലല്ല, 2nd century BC ക്രിസ്തുവിന് മുമ്പ് 2 നൂറ്റാണ്ട് മുമ്പ് യഹൂദ സഭയെ നിരോധിക്കപ്പെട്ട സഭയാക്കിയിരുന്ന ഒരു കാലയളവിൽ ഒളിവ് സഭകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ചൈനയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഉള്ളതുപോലെ ഒളിവ് സഭകൾ. ആ കാലയളവിൽ കർത്താവിന് വേണ്ടി വീറോടെ നിന്ന വേർപെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ പരീശന്മാരെന്ന് പറയുന്നത്. അല്ലാതെ പരീശന്മാരുടെ തുടക്കം ഒരു കപടഭക്തി ഉണ്ടായിരുന്നതായിട്ടല്ല. അവർ വളരെ ആത്മാർത്ഥതയോടുകൂടെ ദൈവത്തെ സേവിക്കാൻ നെഞ്ചും നെറ്റിയും കാണിച്ചിറങ്ങിയവർ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. അങ്ങനെ ചാകുന്നെങ്കിൽ ചാകട്ടെ, പക്ഷേ കർത്താവിന് വേണ്ടി മരിക്കാനും തയ്യാറാണ് ഞങ്ങൾ, വേദപുസ്തകം പറയുന്ന അനുസരിച്ച് മാത്രമേ ഞങ്ങൾ ജീവിക്കുകയുള്ളൂ എന്ന് വീറോടെ പ്രഖ്യാപിച്ച വേർപെട്ട, ശരിക്കും ഹസീദീം എന്ന് പറയുന്ന വേർപെട്ട ഗ്രൂപ്പിൽപ്പെട്ട ആളുകളായിരുന്നു ആര്? ഈ പരീശന്മാർ. പക്ഷേ 2 നൂറ്റാണ്ട് കൊണ്ട് യേശുവിൻ്റെ കാലമായപ്പോഴത്തേക്ക് ഇവർ പരീശന്മാരെന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ സ്ഥിതിയിൽ കപടഭക്തന്മാർ ആയിത്തീരുകയാണ്. ഇത് തന്നെയാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ പെർഫോമൻസിൻ്റെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയണോ അതോ സംഭവിച്ചത് എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. എന്താണ് പെർഫോമൻസിൻ്റെ തലത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ എന്തായിത്തീരുന്നു? ഈ പരീശന്മാരുടെ അതേ സ്റ്റേജിലേക്ക് തന്നെ നമ്മൾ ആയിത്തീരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ ഈ ദിവസങ്ങളിലെ ബൈബിൾ ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ മീറ്റിങ്ങുകൾ ഒരിക്കലും നമ്മളുടെ ആ ജെനുവിനിറ്റി നഷ്ടപ്പെട്ട ഒരു സ്റ്റേജിലേക്കല്ല, അഥവാ ആ ജെനുവിൻ സ്റ്റേജിലേക്ക്, ഒറിജിനൽ ലെവലിലേക്ക് എൻ്റെ ഹൃദയം മറ്റുള്ളവർക്കും ദൈവത്തിന് ഒരുപോലെ തുറന്നു വെച്ച് കൊടുക്കുന്ന ഒരു സിൻസിയർ സ്റ്റേജിലേക്ക് നമ്മൾ വരുവാൻ തക്കവണ്ണം കാരണമാകണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് ഈ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന, നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ
ഇതിൻ്റെ ഒരു തീം ആയിട്ട് വാസ്തവത്തിൽ തന്നിരിക്കുന്നത് സർവ്വവും ഉപേക്ഷിച്ച് അവൻ്റെ ശിഷ്യനാവുക എന്നുള്ള നിലയിലാണ്. അപ്പോൾ അവിടെ പറയുന്ന വാക്കുകളൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ വെറുതെ പറഞ്ഞേച്ച് പോകാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ എനിക്ക് വളരെ പേടിയുള്ളൊരു കാര്യമാണ്, ഇന്ന് പ്രസംഗങ്ങൾ രസിക്കുന്ന, ഈവൻ ബൈബിൾ ക്ലാസ്സുകൾ രസിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ആളുകൾ വന്നിരിക്കുകയാണ്. ബൈബിൾ ക്ലാസ്സുകൾ രസിക്കുന്ന ഒരു സ്റ്റേജിലേക്ക്. ആ രസിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. എനിക്ക് അടുത്ത സമയത്തുണ്ടായ ഒരു അനുഭവം ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുണ്ടായി. ഭയങ്കര ഷോക്കിംഗ് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തുറന്നു പറയുകയാണ്, ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഒരു സ്ത്രീ എന്നെ കാണാനായിട്ട് വന്നു. പക്ഷേ ഒത്തിരി പേരുണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് കാണാൻ സമയം കിട്ടിയില്ല. ബിക്കോസ് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഉടനെ പോകേണ്ടത് കൊണ്ട് ഷീ കുഡ് ടോക്ക് ടു മീ. പിന്നെ അവരൊരു കത്ത് എഴുതി എൻ്റെ കയ്യിൽ തന്നു. ആ കത്തിനകത്ത് അവർ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് എന്നെ ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് അദ്ദേഹം എന്നോട് ഇടപെടുന്നത്. അങ്ങനെ അദ്ദേഹം വളരെ പീഡിപ്പിക്കപ്പെടുന്നതായ ഒരു സ്ത്രീ, വിശ്വാസിയാണ്, പെന്തിക്കോസുകാരാണ്, രണ്ടുപേരും, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ സാജു മാത്യുവിൻ്റെ പ്രസംഗം ഇന്ന് വരെ കേട്ടിട്ടില്ല, എനിക്ക് കേൾക്കാൻ യാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അവരുടെ ചർച്ച വെച്ച് നടന്നൊരു മീറ്റിങ്ങിലായതുകൊണ്ടാണ് അവർ വന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് സാജു മാത്യുവിൻ്റെ പ്രസംഗം ഞാൻ കേൾക്കുന്നത്. ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ 10-20 CD എങ്കിലും കാണും, പക്ഷേ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എൻ്റെ ഭർത്താവ് സാജു മാത്യുവിൻ്റെ ഒരു ഫാനാണ്. അദ്ദേഹം കേൾക്കുന്ന പ്രസംഗങ്ങൾ മുഴുവൻ സാജു മാത്യുവിൻ്റെ പ്രസംഗങ്ങളാണ്. സാജുവിൻ്റെ പ്രസംഗം കേട്ടിട്ട് ഇയാൾ ഇതാ ചെയ്യുന്നതെങ്കിൽ ഈ പ്രസംഗം എനിക്ക് കേൾക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചെന്ന്. അപ്പം എനിക്കൊരു ഭയങ്കര ഷോക്കായി പോയി അത്. അപ്പം എനിക്ക് മനസ്സിലായി, പ്രായോഗികമായ ജീവിതത്തെക്കുറിച്ചാണ് എൻ്റെ മുഴുവൻ സീഡികളിൽ ഞാൻ പ്രസംഗിക്കുന്നത്. ഇതെല്ലാം കേട്ടാലും രൂപാന്തരം വരണമെന്ന് നിർബന്ധമില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ഐ എം നോട്ട് ജോക്കിങ്. ഇറ്റ് വാസ് എ വെരി സാഡ് എക്സ്പീരിയൻസ്. വളരെ സങ്കടകരമായൊരു അനുഭവമായിരുന്നു. അവർ പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം ഡിഫറൻ്റ് ആണെന്ന് മനസ്സിലായി. പക്ഷേ അവരുടെ ആ പ്രസംഗം കേൾക്കാൻ പോലും അവർക്ക് കഴിയാത്ത നിലയിൽ ഇത് കേട്ടിട്ട് സന്തോഷിക്കുന്ന ഒരാൾ ഇതിന് വിരുദ്ധമായ നിലയിൽ ഇടപെടുമ്പോൾ, അപ്പോൾ അത് സാധ്യമാണല്ലോ അല്ലേ, അത് സാധ്യമാണല്ലോ എന്ന് ആലോചിക്കാൻ എനിക്ക് ഒരു റീതിങ്കിങ്ങിന് അത് കാരണമായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ മെസ്സേജസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്നതായ ദൈവവചനം നമുക്ക് രൂപാന്തരം വരുത്തുന്നില്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള പ്രയോജനവും ഈ കാര്യങ്ങൾ ഉണ്ടാകത്തില്ല എന്നുള്ളത് നിങ്ങൾ ഗ്രഹിച്ചിരിക്കണം. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവരുടെ പ്രാഥമിക യോഗ്യതയായി പറയുന്നത്, നമ്മൾ വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങൾ വായിക്കുമ്പോഴും നമ്മളവിടെ കാണുന്ന മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്നെ അനുഗമിക്കാൻ, എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇഫ് എനിവൺ വുഡ് ഫോളോ മീ, ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ആൻഡ് ഫോളോ മീ. ഒരുവനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക്, അങ്ങനെ തന്നെ ഒരുവൻ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവർ സകലവും ത്യജിച്ച് അവനെ അനുഗമിക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമിക പടിയാണ്. അതാണ് പ്രീ റിക്വസിറ്റ് നമ്മൾ പറയുമല്ലോ. അതായത് ഇതില്ലാതെ അങ്ങോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. അപ്പോൾ ഉപേക്ഷണമില്ലാതെ യേശുവിനെ അനുഗമിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയേ വേണ്ട. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ പ്രഥമമായ കാര്യം എന്ന് പറയുന്നത്, യേശുവിനെ അനുഗമിക്കാനുള്ള മിനിമം യോഗ്യത നമുക്ക് പഠിക്കുന്നതിന് മുമ്പ് യേശുവിനെ സ്വീകരിക്കുന്നതിനുള്ള മിനിമം യോഗ്യത എന്താണ്? യേശുവിനെ സ്വീകരിക്കുന്നതും യേശുവിനെ അനുഗമിക്കുന്നതും യോജിച്ച് കിടക്കുകയാണെങ്കിലും രണ്ടും രണ്ടാണ്. യേശുവിനെ സ്വീകരിക്കുന്നത് ഇറ്റ് ഹാപ്പൻസ് ഇൻ എ മൊമെൻറ്റ്, മേ ബി ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ അനുഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. അത് ഒരിക്കൽ തുടങ്ങിയാൽ പിന്നീട് നിൽക്കാത്ത ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഗമനം എന്ന് പറയുന്നത്. അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്ന പ്രഥമ പടിയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കാനുള്ള മിനിമം യോഗ്യത എന്താണ്? അത് വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു ഒറ്റ വാക്യത്തിൽ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ അവന് വേണ്ടി നമ്മളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. അവന് വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യേശുവിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇവിടം തൊട്ടേ നമുക്ക് അനുഗമനം പറ്റുള്ളൂ. സ്വീകരിക്കാതെ ഒരിക്കലും അനുഗമിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇഫ് യു വോണ്ട് ടു റിസീവ് ജീസസ്, യു നീഡ് ടു മേക്ക് എ സ്പേസ് ഫോർ ഹിം. അവന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവന് വേണ്ടി നമുക്ക് സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം. ആൻഡ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇറ്റ്? ഹൗ ക്യാൻ വി മേക്ക് എ സ്പേസ് ഫോർ ഹിം? അവനെങ്ങനെ നമുക്കൊരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും? അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണ്? അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കർത്താവിനെ സ്വീകരിക്കണമെങ്കിൽ അത് ശൂന്യമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ
യേശുവിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അത് ശൂന്യമല്ല എന്നുള്ളതാണ്. നമ്മൾ ശൂന്യരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശൂന്യതയാണെങ്കിൽ ഓഫ് കോഴ്സ് കർത്താവിനെ നമുക്ക് വിളിച്ച് കയറ്റിയിരുത്താനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ ശൂന്യമല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മിൽ നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തു കളഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യേശുവിനെ സ്വീകരിച്ച് കയറ്റിയിരുത്താനായിട്ട് പറ്റുള്ളൂ. എവിടേക്കാണ് കയറ്റിയിരുത്തുന്നത്? നമ്മളിപ്പം ഒരു കസേര ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് വന്നിട്ട് നമ്മൾ ഇരുന്നാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എവിടെയാണ്? അത് പറയാൻ പറ്റത്തില്ല. നമുക്ക് എംപ്റ്റി ആയിട്ടുള്ള ഒരു ചെയർ കാണിച്ചു കൊടുത്തിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് ഒറ്റ കസേരയുള്ള ഒരു ജീവിതമാണ്. ഒറ്റ കസേരയുള്ള ഒരു മുറി പോലെയാണ് ഏത് മനുഷ്യൻ്റെയും ജീവിതം. സോ വി ഹാവ് ഓൺലി വൺ ചെയർ and somebody else is sitting there, and that's the biggest problem. And that's why we need to see that we are emptying that chair so that Jesus may come in and sit in that chair. The first thing we need to understand, we have only one chair in us. നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരു കസേരയേ ഉള്ളൂ, രണ്ട് കസേര ഇല്ല. എന്തുകൊണ്ട്? കസേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ത്രോൺ. അതൊരു സിംഗിൾ ത്രോൺ ആണ്. Only one person can reign in our life. നമ്മുടെ ജീവിതത്തെ ഭരിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് കഴിയത്തുള്ളൂ. രണ്ടു പേർക്ക് ഒരുമിച്ച് ഭരിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിനെ സ്വീകരിക്കുന്നത് തന്നെ നമ്മൾ അവനെ ഒരു ഗസ്റ്റായിട്ട് സ്വീകരിക്കുകയല്ല. വി ആർ റിസീവിങ് ഹിം ആസ് എ കിങ് ബിക്കോസ് ഹി ഈസ് കിങ്. യേശുവിനെ സ്വീകരിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ നമ്മൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഓരോ നിലകളുണ്ട്. അപ്പോൾ പല ആളുകളെ പല രീതിയിൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. വരുന്ന ആളിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമ്മളുടെ സ്വീകരണത്തിൻ്റെ എല്ലാം സിസ്റ്റം എല്ലാം അങ്ങ് മാറുകയാണ്. So when you receive Jesus or when you are inviting Jesus, you need to know one thing. Who is Jesus? Jesus is King. He is King of kings and Lord of lords. He is King. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവും ആയതുകൊണ്ട് അവനെ നിങ്ങൾ സ്വീകരിക്കുന്നത് രാജാവായിട്ടാണ് സ്വീകരിക്കുന്നത്. യേശു ആരാണെന്നുള്ള തിരിച്ചറിവിൻ്റെ ഒരു വലിയ പ്രശ്നം ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ യേശുവിനെ സ്വീകരിക്കുന്നത് മിക്കപ്പോഴും രാജാവായിട്ടല്ല. രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേൽ ഭരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എന്ന അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മേൽ ഭരണം നടത്തുന്ന വ്യക്തിയായിട്ട് യേശുവിനെ സ്വീകരിക്കുന്ന ആളുകളുടെ നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പല രീതിയിൽ യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടാവാം. ചില സമയത്ത് we put a hat on a person when we see somebody. നമ്മുടെ ഒരു വ്യക്തിയെ കാണുമ്പോഴത്തേക്ക് ആ വ്യക്തിയുടെ തലയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പല വ്യത്യസ്തമായ ഹാറ്റുകൾ, തൊപ്പി നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും ഒരു അനുഭവമാണ്. മീൻസ് ഇപ്പം യേശുവിനെ പല ആളുകൾ പല രീതിയിൽ സ്വീകരിക്കുന്നു. ഇപ്പോൾ യേശുവിനെ ചില ആളുകൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ when they see Jesus, they see him as a policeman, somebody like a policeman. ഒരു പോലീസുകാരൻ്റെ ഹാറ്റ് വെച്ചിരിക്കുന്നത് പോലെയാണ് പല സമയത്തും നമ്മൾ യേശുവിനെ കാണുന്നത്. പോലീസുകാരൻ്റെ തൊപ്പി വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സമയത്തും പേടിയാണ് ഭയങ്കര. അല്ലെങ്കിൽ when you know that Jesus is God, you fear him. Why you are fearing him? Because നമുക്ക് യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കാനുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. അതുകൊണ്ട് യേശുവിനെ ഒരു പോലീസുകാരൻ്റെ തൊപ്പി വെച്ചാണെങ്കിൽ, പോലീസുകാരനെ എപ്പോഴും നമുക്ക് കാണാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ലല്ലോ, ഇല്ലേ? നമ്മളിപ്പം എവിടെയെങ്കിലും വെഹിക്കിൾ ഇൻസ്പെക്ടർ വണ്ടി പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആണോ എന്നാൽ പിന്നെ അദ്ദേഹത്തെ ഒന്ന് കണ്ടേച്ച് പോയേക്കാമെന്ന് വെച്ചാൽ നമ്മൾ ചെല്ലത്തൊന്നുമില്ലല്ലോ. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യത്തേ ഉള്ളൂ? ഒഴിഞ്ഞു പോകാനേ നോക്കത്തുള്ളൂ, ഒഴിഞ്ഞു പോകാൻ. അപ്പോൾ അതുകൊണ്ടാണ് പല ആളുകളും യേശുവിനെ ഒഴിഞ്ഞു പോകുന്നത്, ഇല്ലേ? ഒഴിഞ്ഞു പോകുന്നത്. See, exactly this is happening. Even ഈ എത്നിക് റിലീജിയസ് സ്ട്രക്ചറിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, അവർ ദൈവത്തെ വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അവരെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് എന്നാണെന്നറിയാമോ? ഞാൻ വേണമെങ്കിൽ നിനക്ക് ദൈവമേ, നിനക്ക് ദൈവം എന്ന് പറഞ്ഞാൽ അവർ എത്നിക് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അവർ പറയുന്നത്, ഞാൻ നിനക്ക് വേണമെങ്കിൽ കള്ള് തന്നേക്കാം, ഞാൻ നിനക്ക് കോഴിയെ വേണേൽ കോഴിയെ തന്നേക്കാം, പൂജ നടത്തണേ പൂജ തന്നേക്കാം, പൈസ വേണേൽ പൈസ തന്നേക്കാം, പക്ഷേ എൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. എൻ്റെ അകത്തേക്കോ അല്ലെങ്കിൽ എൻ്റെ ഇടപാടുകളിലേക്കോ വരാതിരിക്കാനാണ് അവർ ദൈവത്തെ വിളിക്കുന്നത്, ഇല്ലേ? അതാണ് ജാതീയ ആരാധനയുടെയൊക്കെ പലപ്പോഴും പ്രത്യേകത. ദൈവം ഇങ്ങോട്ട് കയറി വരാതിരിക്കാൻ, അവരെ സഹായിക്കുക എന്നുള്ളതിനേക്കാൾ അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ. ഇന്നിപ്പോൾ വന്ന വിശ്വാസികളും ഏതാണ്ട് അതുപോലെയൊക്കെയാണ് ദൈവത്തെ വിളിക്കുന്നത്. ഞാൻ വേണേൽ സഭായത്തിന് വന്ന് ഇരുന്ന് തന്നേക്കാം, അല്ലെങ്കിൽ ഞാൻ ഒരു നേരം ഉപവസിച്ചേക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം പ്രാർത്ഥിച്ചേക്കാം, വേദോസം വായിച്ചേക്കാം, നമ്മുടെ കാര്യത്തിലൊന്നും ദൈവം ഇടപെടാതിരുന്നാൽ മതി. പണ്ടൊക്കെ ഒന്നുമില്ലായിരുന്ന സമയത്ത് നമ്മൾ കർത്താവിനെ സഹായിക്കണമെന്നെങ്കിലും പറയുമായിരുന്നു. ഇപ്പം നമ്മൾ പറയുന്നത്, കർത്താവ് നീ സഹായിച്ചില്ലെങ്കിലും വേണ്ടുകയില്ല, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളാം, പക്ഷേ നീ എന്ത് ചെയ്യരുത്?
ഉപദ്രവിക്കരുത്. എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്തു അല്ല ജോലിയൊക്കെ ചെയ്ത് ഞാനങ്ങ് ജീവിച്ചോളാം, പക്ഷെ നീ ഇടയ്ക്ക് കയറി ഉപദ്രവിക്കാൻ വരരുതെന്ന് മാത്രമേ ഇപ്പം ഇന്നത്തെ മിക്കവാറുമുള്ള പ്രാർത്ഥനയൊക്കെ ഇതുപോലെയുള്ളൂ. വി ആർ സീയിങ് ഗാഡ് ആസ് എ പോലീസ്മാൻ. എന്താണ്, ഇങ്ങനെ ഓംനി പ്രസൻ്റ് ആണ്, എല്ലായിടത്തും ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യാത്ത രീതിയിൽ നമ്മളെ ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു പോലീസുകാരൻ എന്നുള്ള നിലയിലാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിന് എല്ലാത്തിനകത്തും ഒരു ചെറിയ അംശം അതിനകത്തുണ്ട്. ബിക്കോസ് ഗാഡ് ഈസ് സീയിങ് എവരിബഡി. ഗാഡ് ഈസ് സീയിങ് എവരിബഡി, ദാറ്റ്സ് എ ഫാക്ട് അല്ലേ? അതെല്ലാവരും മനസ്സിലാക്കണം. ദൈവം എപ്പോഴും നമ്മളെ കാണുന്നുണ്ട്. ദൈവം നമ്മളെ കാണുന്നുണ്ടെന്നുള്ളത് അഭക്തനായ ഒരു വ്യക്തിക്ക് എന്താ പേടിയാണെങ്കിലും ഭക്തിയുള്ള ഒരു വ്യക്തിക്ക് പേടിയല്ല. ഇറ്റ് ഈസ് എ ജോയ്, റൈറ്റ്? ഇറ്റ്സ് എ ജോയ്. മൈക്കിൾ ജാക്സന്റെ ഒരു പാട്ട്, പണ്ടത്തെ ഒരു പാട്ടുണ്ട്, ഐ ഓൾവേസ് ഫീൽ ബാഡ് സംബഡി ഈസ് വാച്ചിങ് മീ. എനിക്കെപ്പോഴും വല്ലാതെ ഫീൽ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? എന്നെ ആരോ വാച്ച് ചെയ്യുന്നു. ഇത് ഇന്നത്തെ ചെറുപ്പക്കാരുടെയും എല്ലാവരുടെയും പ്രശ്നമാണ്. വാച്ച് ചെയ്യാൻ ആരും ഇല്ലാത്ത ഒരു ജീവിതമാണ് എല്ലാവർക്കും ഇഷ്ടം, ഇല്ലേ? നോക്കാനായിട്ട് ആരും ഇല്ലാത്ത ഒരാൾ. ഐ ഓൾവേസ് ഫീൽ ബാഡ് സംബഡി ഈസ് വാച്ചിങ് മീ. അപ്പം ഞാൻ അന്ന് ഇത് കേട്ട സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇൻ മൈ കേസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇൻഫാക്ട് എൻ്റെ കാര്യത്തിൽ അന്ന് ഞാൻ വാസ്തവത്തിൽ എൻ്റെ മനസ്സിൽ ഞാൻ പാടാറുള്ളത് ഐ ഓൾവേസ് ഫീൽ ഗ്ലാഡ് സംബഡി ഈസ് വാച്ചിങ് മീ. ഞാൻ ഭയങ്കര സന്തോഷമുള്ള ആളാണ്. എന്തുകൊണ്ട്? സംബഡി ഈസ് വാച്ചിങ് മീ. എന്നെ സൂക്ഷിക്കുന്ന, എന്നെ നോക്കുന്ന ഒരാൾ ഉണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത് എന്ത്, ഒരേ കാര്യം തന്നെ ഭക്തനായ ഒരു വ്യക്തിക്കും അഭക്തനായ ഒരു വ്യക്തിക്കും ഫീൽ ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. സംബഡി ഈസ് വാച്ചിങ് മീ എന്നുള്ളത് എന്താണ്, മൈക്കിൾ ജാക്സന് എന്താണ്, ഹി ഫെൽറ്റ് ബാഡ്. But you know, we, the children of God, we feel glad because somebody is watching us. നമ്മളെ സൂക്ഷിക്കുന്ന, നമ്മളെ നോക്കുന്ന, എപ്പോഴും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടെന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമല്ലേ? Am I right? Are you happy? Hallelujah. Because somebody is watching us. നമ്മളെ സൂക്ഷിക്കുന്ന, നമ്മളെ നോക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ don't consider him as a policeman who is always there to punish you. നിങ്ങളെ ശിക്ഷിക്കാനായിട്ട് നോക്കി നടക്കുന്ന ഒരു പോലീസുകാരനായിട്ടല്ല, നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് എപ്പോഴും കൂടെ നടക്കുന്ന ഒരു ദൈവമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനായിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ നായകനായി യേശുവിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അനുഭവം. സോ ചില ആളുകൾ ഇങ്ങനെയാണ് യേശുവിനെ കാണുന്നത്. ആൻഡ് സം അതർ പീപ്പിൾ സീ ഗാഡ് ആസ് ആൻ എക്സിക്യൂട്ടീവ് ഷെഫ്. സാധാരണ ഞാൻ പറയാറുണ്ട്, നമ്മുടെ 7 സ്റ്റാർ ഹോട്ടലിലെ ഒരു എക്സിക്യൂട്ടീവ് ഷെഫിനെ പോലെയാണ് പലപ്പോഴും ആളുകൾ യേശുവിനെ കാണുന്നത്. ഈ 7 സ്റ്റാർ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ യു ഓർഡർ സംതിങ് ദ ഷെഫ് വിൽ നെവർ സേ ഐ എം സോറി സർ വി ഡോണ്ട് ഹാവ് ഇറ്റ്. അങ്ങനെ പറയത്തില്ല. നിങ്ങളിപ്പം കോണ്ടിനെൻ്റൽ ആവശ്യപ്പെട്ടാലും, മെക്സിക്കൻ ആവശ്യപ്പെട്ടാലും, തായ് ഫുഡ് ആവശ്യപ്പെട്ടാലും, സൗത്ത് ഇന്ത്യൻ ഫുഡ് ആവശ്യപ്പെട്ടാലും ഷെഫ് പറയത്തില്ല എന്താണ്, ഐ എം സോറി വി ഡോണ്ട് ഹാവ് ഇറ്റ്. എന്ത് പറഞ്ഞാലും അവർ പറയും യെസ് സർ, യെസ്. ബിക്കോസ് അല്ലെങ്കിൽ പിന്നെ അത് എന്നാ 7 സ്റ്റാർ അല്ലേ? നമ്മൾ തട്ടുകടയൊന്നും അല്ലല്ലോ 7 സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ 7 സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫിനോട് എന്ത് ആവശ്യപ്പെട്ടാലും യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. ആം ഐ റൈറ്റ്? അതുപോലെയാണ് പലരും യേശുവിനെ കുറിച്ച് കാണുന്നത്. യേശുവിനെ കുറിച്ച് പറയുന്നത് വാട്ട് യു നീഡ് യു ജസ്റ്റ് ടെൽ ഹിം. എന്ത് വേണോ അത് യേശുവിൻ്റെ അടുത്ത് എന്ന് പറ, കർത്താവ് അത് സാധിച്ചു തരും. എന്ത് വേണോ അങ്ങനെ സാധിച്ചു തരും. നിന്റെ ഹൃദയത്തിൻ്റെ ഏത് വന്യമായ മോഹങ്ങളെയും സാധിപ്പിച്ചു തരാനായിട്ട് നോക്കിയിരിക്കുന്ന ഒരു ദൈവം. അതാണ് ഇന്ന് കൂടുതൽ ആളുകൾ യേശുവിനെ മനസ്സിലാക്കുന്നത്. യേശുവിൻ്റെ തലയിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ഹാറ്റ് എന്ന് പറയുന്നത് ഒരു ഷെഫ്സ് ഹാറ്റാണ് അല്ലേ? എന്ത് വേണമെങ്കിലും ചിലപ്പോൾ പറയുമായിരിക്കും, എന്താ നിങ്ങൾ ഷെഫിൻ്റെ അടുത്ത് പറഞ്ഞാലും ഉടനെ അവൻ കൊണ്ടു തരത്തില്ല. ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അവൻ കൊണ്ടുതരുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ യേശുവിൻ്റെ അടുത്ത് നിങ്ങളുടെ മോഹങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞോ, ചിലപ്പോൾ തരാൻ ഇച്ചിരി താമസിക്കുമായിരിക്കും. അത്രയും സമയം നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ സ്വപ്നം കാണണം. അങ്ങനെ സ്വപ്നം കണ്ട് നിങ്ങൾ സ്വപ്നം കണ്ടതിനെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ യു ഡെലിവർ ഇറ്റ്, നിങ്ങൾക്ക് പ്രസവിക്കും എന്നൊക്കെ പറയും. ഞാൻ ബേസിക്കലി ചില പ്രോബ്ലംസ്, ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്ന കാര്യമുണ്ട്. ഇങ്ങനെയുള്ള ടീച്ചിങ്സിൻ്റെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ ഞാൻ പറയാം. ഇറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ. യു നോ വൈ? ബിക്കോസ് വേദപുസ്തകം പറയുന്നത് മോഹിക്കരുത് എന്നാണ്. ഈ പ്രവാചകന്മാരും ക്രൂസൈഡ് പ്രീച്ചേഴ്സും വന്ന് ആദ്യം തന്നെ പറയുന്നത് ഇഷ്ടംപോലെ മോഹിച്ചോളാനാണ്. എന്തൊരു കഷ്ടമാണെന്ന് പറയാം. ഇവർ വേദപുസ്തകം പറയുന്നതാണോ പറയുന്നത്, അതോ എന്ത്? ആൻഡ് ഓൾസോ വേദപുസ്തകം പറയുന്നത് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. ഇവർ വന്നുകൂടെയാണ് മോഹം ഗർഭം ധരിച്ച് കാറിനെ പ്രസവിക്കുന്നു. നിങ്ങൾ എന്തോ വിശ്വസിക്കുന്നത്? കർത്താവ് പറഞ്ഞാണോ വിശ്വസിക്കുന്നത്? ഇവർ പറഞ്ഞ് വേദപുസ്തകം അറിയാം ഈ ആളുകൾ പറഞ്ഞാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇറ്റ് ഈസ് റോങ്. ഇന്ന് പാസ്റ്റർ ബെന്നി പറഞ്ഞൊരു കാര്യമുണ്ട് അബൌട്ട് ദ ബെറിയൻ ക്രിസ്ത്യൻസ്. എന്താ ബെറിയൻ ക്രിസ്ത്യൻസിൻ്റെ പ്രത്യേകത? അവരെന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അത് അതുപോലെ പോൾ പറഞ്ഞിട്ട് ഇവർ സമ്മതിച്ചില്ല. പൗലോസ് പ്രസംഗിച്ചിട്ട് ബെറിയൻ ക്രിസ്ത്യൻസ് വീട്ടിൽ ചെന്ന് തിരുവെഴുത്തുകൾ എടുത്ത് വെച്ച് അത് അങ്ങനെ തന്നെയോ എന്ന്
ശോധന ചെയ്തു. പൗലോസ് പറഞ്ഞിട്ട് ഇത് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ വേദോസം അറിയാൻ വയ്യാത്ത ആളുകൾ വന്ന് പറയുന്നതൊക്കെ കേട്ട് ചുമ്മാ വെട്ടി വിഴുങ്ങുന്നതൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണം. ഐ എം നോട്ട് ജോക്കിങ്, ദിസ് ഇസ് എ ബിഗ് പ്രോബ്ലം. അത് തന്നെയല്ല, നിങ്ങൾ സ്വപ്നം കാണുമെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി ഇല്ല നമുക്ക്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നത്തിന് യാതൊരു പ്രസക്തിയില്ല. കാര്യം എനിക്ക് സ്വപ്നം കാണാൻ പോലും കപ്പാസിറ്റി ഉള്ള ആളല്ല ഞാൻ. സ്വപ്നം കണ്ടാൽ എന്ത് സ്വപ്നം കാണാനാണ്? എൻ്റെ എബിലിറ്റി അനുസരിച്ചല്ല എനിക്ക് സ്വപ്നം കാണാൻ പറ്റുള്ളൂ, ഇല്ലേ? എനിക്കതല്ല പറ്റുള്ളൂ. അതിനപ്പുറത്തൊരു ലോകം ഉണ്ടെന്നുള്ള എനിക്കറിയത്തില്ല. സി, ബിൽ ഗേറ്റ്സ് വന്ന് ഒരു 2 വയസ്സുള്ള കൊച്ചിനോട്, അല്ലെ 3 വയസ്സുള്ളൊരു കൊച്ചിനോട്, മോനെ നിനക്ക് എന്നെ വേണോ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്നത് ഒരു ഐസ്ക്രീം ആയിരിക്കും മാക്സിമം. അങ്കിൾ കൻ യു ഗിവ് മീ ആൻ ഐസ്ക്രീം? അയാൾ ഒരു പാക്കറ്റ് ഐസ്ക്രീം എടുത്ത് കൊടുക്കുമായിരിക്കും. എന്നാൽ നിങ്ങളടുത്ത് ബിൽ ഗേറ്റ്സ് വന്നിട്ട് യു ആസ്ക് എനിത്തിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുമോ ഒരു ഐസ്ക്രീം കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് നിങ്ങൾ പറയുമോ? പറയത്തില്ല. കാര്യം ബിൽ ഗേറ്റ്സിൻ്റെ എബിലിറ്റി എന്തുമാത്രമാണ്. അയാളത് തരാനായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഐസ്ക്രീം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അർത്ഥം? എന്തുകൊണ്ടാണ് നിങ്ങൾ ഐസ്ക്രീം ചോദിക്കുന്നത്? നിങ്ങൾ ഇത്രേ കണ്ടിട്ടുള്ളൂ. എന്നാൽ എനിക്ക് എന്നെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുന്നതിന് പകരം ഞാൻ കർത്താവ് പറഞ്ഞത് എനിക്ക് എന്നെക്കുറിച്ച് സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി ഇല്ല. കർത്താവെ, നീ എനിക്ക് വേണ്ടി അങ്ങ് സ്വപ്നം കണ്ടാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നമാണ് പ്രധാനം, അല്ലാതെ എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നമല്ല. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നത്തിനകത്ത് യാതൊരു അർത്ഥമില്ല. കാര്യം എൻ്റെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ. ഞാൻ സ്വപ്നം കണ്ടാൽ ഞാൻ കണ്ടതിനപ്പുറത്തൊന്നും എനിക്ക് സ്വപ്നം കാണാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ യേശു എനിക്ക് വേണ്ടി സ്വപ്നം കാണുമ്പോൾ, അതുകൊണ്ടാണ് പോൾ എഫേഷ്യൻസ് ചാപ്റ്റർ 1:17 പറയുന്നത്, നിങ്ങളെ വിളിച്ചപ്പോൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ആശ ഉണ്ടായിരുന്നെന്ന്. നിങ്ങളെക്കുറിച്ച് ആശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡ്രീം. ഇറ്റ്സ് എ ഡ്രീം. ഗോഡ് ഹാസ് എ ഡ്രീം അബൌട്ട് യു. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് എന്തുണ്ട്? ഒരു ഡ്രീമുണ്ട്. ആ ഡ്രീം ഫുൾഫിൽ ചെയ്യാനാണ് നമ്മൾ ദൈവസന്നിധിയിൽ വരേണ്ടത്. അല്ലാതെ എൻ്റെ സ്വപ്നങ്ങൾ കർത്താവിനോട് പറഞ്ഞ് അത് നേടിയെടുക്കുക എന്നുള്ള വലിയൊരു ടാസ്ക് ഒന്നുമല്ല. കാര്യം നമ്മൾ എത്ര വലിയ സ്വപ്നം കണ്ടാലും അത് ബിൽ ഗേറ്റ്സിന് ഒരു പാക്കറ്റ് ഐസ്ക്രീം പോലെ ഉള്ളൂ ദൈവത്തിന്. നിങ്ങൾക്കൊരു കാറ് തരികയെന്ന് വെച്ചാൽ കർത്താവിൻ്റെ വലിയ ആനക്കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു BMW X6 തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കർത്താവിന് അതെന്താണ്? ഒരു പീനട്ടാണത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്വപ്നം കാണുന്ന കാര്യങ്ങൾ പോലും കർത്താവിന് പീനട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ബിക്കോസ് ദീസ് ആർ ഓൾ മെറ്റീരിയൽ തിങ്സ്. അതല്ലാതെ അതിനപ്പുറത്ത് നമ്മുടെ സ്വപ്നങ്ങളൊന്നുമില്ല. പക്ഷേ ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്വപ്നം കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദാറ്റ്സ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങളല്ല പ്രധാനം, ദൈവം എന്നെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കണം. സോ കർത്താവിനെ കാണുമ്പോൾ നിങ്ങളൊരു പോലീസുകാരൻ്റെ തൊപ്പി കൊടുത്താൽ കർത്താവിൽ നിന്ന് ഒളിഞ്ഞു മാറിയിരിക്കുകയല്ല. ഒരു എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ തൊപ്പി കണ്ടിട്ട് നിങ്ങളുടെ കുറച്ച് ഭൗതിക കാര്യങ്ങളെല്ലാം പറഞ്ഞ് കാര്യം സാധിക്കാനുള്ള പരിശ്രമമല്ല ആവശ്യം വേണ്ടത്. ആൻഡ് സം പീപ്പിൾ കൺസിഡർ ജീസസ് ആസ് സംബഡി ലൈക്ക് എ മജീഷ്യൻ ആൻഡ് ദേ പുട്ട് എ മജീഷ്യൻസ് ഹാറ്റ്. അവർ പറയുന്നത് അത്ഭുതം പ്രവർത്തിക്കണം കർത്താവ്, ഇന്ന് രാത്രി തന്നെ പ്രവർത്തിക്കണമേ കർത്താവേ, അത്ഭുതം എന്നാലേ പറ്റുള്ളൂ. കാര്യം ജപ്തി നോട്ടീസ് വന്ന് കിടക്കുകയല്ലേ. അത്ഭുതമല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല. ഒരു മാജിക് വാൻറ്റുമായിട്ട് ഓടി നടക്കുന്ന ഒരു യേശുവിനെ പോലെയാണ് ഇന്ന് ക്രൂസൈഡിൽ ആളുകൾ യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ കർത്താവിന് അത്ഭുതമൊന്നുമില്ല. കാരണം എവറിത്തിങ് ഈസ് നോർമൽ ടു ഹിം. നമുക്കാണ് ഈ വലിയ അത്ഭുതമൊക്കെ, അല്ലേ? കർത്താവിന് ഈ കാര്യത്തിൽ അത്ഭുതമൊന്നുമില്ല. പത്രോസിനോട് കർത്താവ് വെൻ ഹി വാസ് ഹംഗ്രി ഹി വാസ് സീക്കിങ് ഫിഗ് എന്നാണ്. കർത്താവ് വിശന്നിരിക്കുന്ന സമയത്ത് കർത്താവ് ഒരു അത്തിവൃക്ഷത്തിൻ്റെ അടുത്ത് വന്ന് അത്തിപ്പഴം കാംക്ഷിച്ചു, അത് കിട്ടിയില്ല. കർത്താവ് അത്തിയെ ശപിച്ചു. നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാമല്ലോ. ഐ ജസ്റ്റ് സേ ഇറ്റ്. അങ്ങനെ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത്തി ഉണങ്ങി നിൽക്കുന്നത് കണ്ടു. അത്തി ഉണങ്ങി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസ് എടുത്ത് 2 ചാട്ടം. വലിയ എക്സൈറ്റഡ്. കർത്താവേ, അത്ഭുതം അത്ഭുതം, വലിയ അത്ഭുതം, നോക്കിയില്ലേ, കണ്ട് ഇന്നലെ നീ ശപിച്ച അത്തിപ്പഴം ദേ ഇതാ എന്നാണ്. നീ ഇന്നലെ ശപിച്ച അത്തി ഇതാ ഉണങ്ങിയിരിക്കുന്നു. ഇറ്റ് ഇസ് വിതേർഡ്, ഇറ്റ് ഈസ് മിറക്കിൾ, ഇറ്റ് ഈസ് മിറക്കിൾ. കർത്താവ് എന്താ പറയുന്നത്? കർത്താവ് പറയുന്നത് വലിയ രസകരമാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പത്രോസ് പറയാണ്, നീ മിണ്ടായില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ. അവിശ്വാസിയാകാതെ ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പോൾ നമ്മളിത് വായിക്കുമ്പോഴത്തേക്ക് ഇവന് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പ്രതിഫലനമല്ലേ ഈ എക്സൈറ്റ്മെൻ്റ് എന്ന് പെട്ടെന്ന് തോന്നിപ്പോയേക്കാം. നമ്മുടെയൊക്കെ ചിന്ത എക്സൈറ്റ്മെൻറ്റ് വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണെന്നാണ്. പ്രിയമുള്ളവരെ, എക്സൈറ്റ്മെൻറ്റ് വിശ്വാസം ഇല്ലായ്മയുടെ പ്രതിഫലനമാണെന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കുക. നീ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് മാറി കടലിൽ പോകാൻ പറഞ്ഞാൽ അതും നടക്കും. അതിനിടയ്ക്ക് അവരൊരു അത്തി ഉണങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്.
ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ എബിലിറ്റി, എന്തൊരു അത്ഭുതം എന്നൊക്കെ പറയുന്നത് പോലെ, നിങ്ങൾ ഇപ്പം എന്താണ്, സപ്പോസ് ഒരു 80 കിലോയോ somebody like മനോജ് ചോപ്ര വന്നിട്ട് ഒരു 100 കിലോ ഉള്ള ഒരു സാധനം എടുത്ത് ചുമ്മാ, മനോജ് ചോപ്ര ഈസ് മോർ ദാൻ 128 കിലോ വെയിറ്റ് ഒക്കെ ഉള്ള ഒരാളാണ് മനോജ് ചോപ്ര വന്നിട്ട് ഒരു 100 കിലോ ഉള്ള ഒരു സാധനം ഇങ്ങനെ കൂടെ പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. ബിക്കോസ് അദ്ദേഹത്തിന് അത്രയും എന്താണ് കഴിവുണ്ട്. എന്നാൽ അതേസമയം 3 വയസ്സുള്ള ഒരു കൊച്ചു വന്നിട്ട് 3 കിലോ ഉള്ള ഒരു സാധനം പൊക്കിയതിന് കണ്ടോ ചെറുക്കം കണ്ടില്ലേ പൊക്കുന്നത് എന്ന് പറയത്തില്ലേ? ഇല്ലേ? അപ്പം നിങ്ങൾ ചെറിയ കാര്യം കർത്താവ് ചെയ്യുമ്പോഴത്തേക്ക് എക്സൈറ്റഡ് ആയ അതിൻ്റെ അർത്ഥം കർത്താവിന് ഇതൊന്നും വലിയൊരു ആനക്കാര്യമാണെന്നുള്ള നിലയിലാണ് നിങ്ങൾ പറയുന്നത്. അതൊരു എക്സൈറ്റ്മെൻറ്റിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. ബിക്കോസ് ഗാഡ് ഈസ് ഏബിൾ. അത് നമ്മൾ നോർമലായിട്ട് കാണാൻ പറ്റണം. ദൈവം അത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഹി ഡസ് ഇറ്റ്. പക്ഷേ അത് ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര എക്സൈറ്റഡ് ആകേണ്ട കാര്യമൊന്നുമില്ല. എക്സൈറ്റഡ് ആയെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ദൈവം ആരാണെന്നുള്ളത് ഇതുവരെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളതാണ് അതിൻ്റെ അകത്തെ അർത്ഥം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് പറയാമെന്ന് വെച്ചോ, എനിക്കൊരു ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു, പ്രയാസം ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്നപ്പോഴത്തേക്ക് കർത്താവ് എന്താണെങ്കിൽ ഞാൻ ചിന്തിച്ചു, ഒരു പക്ഷേ ഇവിടെ യോഗത്തിന് വരാൻ ഒന്ന് പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ കർത്താവിനെ സഹായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്തോത്രമൊന്നും നിങ്ങൾ പറയാനൊന്നും വന്നില്ല. പക്ഷേ അതിനുശേഷം വേറൊരാൾ വന്നിട്ട് പറയുകയാണ്, പ്രിയമുള്ളവരെ, ഞാൻ ക്യാൻസർ രോഗിയായി, എന്നെ ഫൈനൽ സ്റ്റേജിൽ ഞാൻ നേരെ ഡോക്ടറെ ചെന്ന് ഡോക്ടർ പറഞ്ഞു നീ 6 ആഴ്ച ജീവിക്കുള്ളെന്ന്. എന്നാൽ ഞാൻ വെല്ലൂർ എന്ന് കഴിഞ്ഞപ്പോഴത്തെ പറഞ്ഞു ഇല്ല 6 ആഴ്ച പോലും ജീവിക്കത്തില്ല, 6 ദിവസമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അവരെന്നെ പറഞ്ഞു വിട്ട് വീട്ടിൽ പോയി സമാധാനത്തോടെ മരിച്ചോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. എന്നാൽ കർത്താവ് എന്നെ സൗഖ്യമാക്കി. പ്രിയമുള്ളവർ, ഇപ്പോൾ 6 ആഴ്ചയല്ല, 6 മാസമല്ല, 6 വർഷം കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും ഞാൻ ജീവനോടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സ്വോത്രമായിരിക്കും നിങ്ങൾ, ഇതല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അന്നേരം വലിയ സ്വോത്രം പറഞ്ഞത്? എനിക്ക് പനി മാറി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ സ്വോത്രം പറയാഞ്ഞത്? പനിയൊക്കെ പനിയല്ലേ, പക്ഷെ ഇത് അതുപോലെ വല്ലതാണോ? ക്യാൻസർ അല്ലേ, ക്യാൻസർ. അപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനും പനിയൊക്കെ മാറ്റാം, പക്ഷെ ക്യാൻസറൊക്കെ മാറ്റുന്നത് വലിയ ആനക്കാര്യമാണെന്നുള്ള നിലയിൽ നിങ്ങൾ ദൈവത്തിന് ക്യാൻസർ വലിയ കാര്യമാണെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ദൈവത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് ഒരു പനിയും ക്യാൻസറും എല്ലാം ഒരുപോലെയാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് കൂളായിട്ട് സൗഖ്യത്തെ കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അന്നേരം വലിയ എക്സൈറ്റ്മെൻറ്റോ വലിയ ബഹളങ്ങളോ ഒന്നുമില്ല. ആഫ്റ്റർ ഓൾ അത്തി ഉണങ്ങി. ആരാ പറഞ്ഞത് കർത്താവല്ലേ. അവൻ പറഞ്ഞാൽ അത്തി ഉണങ്ങും, അവൻ പറഞ്ഞാൽ മല മാറിപ്പോകും, അവൻ പറഞ്ഞാൽ എന്തും സംഭവിക്കും, അവൻ പറഞ്ഞാൽ ഇല്ലാത്ത കാല് വളർന്നു വരും, അതൊക്കെ സംഭവിക്കും. ഇറ്റ് ഈസ് നോർമൽ. അതൊന്നും എടുത്തടിച്ച് വലിയ അഡ്വർടൈസ് ചെയ്യുകയും പിറ്റേ പ്രാവശ്യത്തെ ബാനറിനകത്ത് അതുകൂടെ ചേർത്ത് വെച്ച് നോട്ടീസ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പച്ചാനൊക്കെ അറിയാം, മിഷൻ ഫീൽഡിലൊക്കെ എന്തുമാത്രം അത്ഭുതങ്ങൾ നടക്കുന്നു ഇല്ലേ ഇപ്പച്ചായ? ഇത് വല്ലതും ഈ ക്രൂസൈഡ് നടക്കുന്നതിൻ്റെ 10 ഇരട്ടി അത്ഭുതങ്ങൾ മിഷൻ ഫീൽഡിൽ നടക്കുന്നുണ്ട്. അവരാരെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ? അതൊക്കെ അവരുടെ ലോക്കലായിട്ടല്ല, അത് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. അതാണ് മഹത്വം. അല്ലാതെ ഇതെല്ലാം കൂടെ അഡ്വർടൈസ് ചെയ്യുന്നത് നടക്കുന്നതല്ല ശരിക്കും പറഞ്ഞാൽ മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിനെ ഒരു മജീഷ്യൻസ് ഹാറ്റ് വെച്ച് നമ്മളൊരു പക്ഷേ കണ്ടേക്കാം. എന്നാൽ ഈ ഹാറ്റ് ഒന്നും അല്ല യേശുവിന് ചേരുന്നത്. ഓഫ് കോഴ്സ് യേശു നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, അവന് പനിഷ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആൻഡ് വെൻ യു ഹാവ് എ ഡിസയർ യു ആർ ഗോയിങ് ടു ജീസസ്. ഓഫ് കോഴ്സ് വേറെ ആരുടെ അടുത്ത് നമ്മൾ ചെല്ലുന്നത്? നമ്മുടെ ഒരു ആവശ്യവുമായിട്ട് അല്ലെങ്കിൽ ഒരു ആഗ്രഹവുമായിട്ട് നമ്മൾ ആരുടെ അടുത്ത് ചെല്ലാനാണ്? കർത്താവിൻ്റെ അടുത്ത് ആണ് ചെല്ലേണ്ടത്. ചെന്നോ, അതിന് പ്രശ്നമില്ല. കർത്താവ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാണ്. അതുപോലെ നമുക്കൊരു അത്ഭുതം, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ജപ്തി നോട്ടീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആര് സഹായിക്കും? കർത്താവല്ലാതെ ആരാ സഹായിക്കാനുള്ളത്? കാശുള്ളവന് കാശ് കടം കൊടുക്കാൻ ആൾ കാണും, പക്ഷേ കാശില്ലാത്തവനും ജപ്തി നോട്ടീസ് വന്നവന് കടം കൊടുക്കാൻ ആൾ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. പൈസ ഉള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ ആൾ ചോദിക്കും, ബ്രദറെ എന്ത് വേണമെങ്കിലും തരാം. എന്താണെന്ന് വെച്ചാൽ തിരിച്ചു തരാൻ കഴിവുണ്ടെന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണ് എന്തോ വേണമെങ്കിലും തരാമെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു ജപ്തി നോട്ടീസ് വരുമ്പോൾ നിങ്ങളൊന്ന് ചെന്ന് വായിച്ചിട്ട് പൈസ തരണമെന്ന് പറഞ്ഞു നോക്കിയേ, ആരും തരാൻ പോകുന്നില്ല. അപ്പോൾ അന്നേരം ചോദിക്കും, ബ്രദറെ ആധാരമോ പൊന്നോ പണയോ പണ്ടോ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ലേ? പൊന്നും പണവും പണയവും എന്താണ് ആധാരവും ഒന്നും ഇല്ലാതെ ഇഷ്ടം പോലെ കാശ് തരുന്ന ഒരു ബാങ്കേ ഉള്ളൂ, അത് സ്വർഗത്തിലെ ബാങ്കാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു അത്ഭുതത്തിൻ്റെ ആവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മടിക്കൊന്നും വേണ്ട. കർത്താവേ, ഞാനിങ്ങനെ ഒരു സ്റ്റേജിലാണ്, ഞാൻ മണ്ടത്തരം കാണിച്ചു, അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നത്. ആ മണ്ടത്തരം അങ്ങ് സമ്മതിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ സഹായിക്കും. അതിനും ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ യേശുവിൻ്റെ തലയിൽ വെക്കാൻ കൊള്ളാവുന്ന ഹാറ്റ് ഇതൊന്നുമല്ല. യേശുവിൻ്റെ തലയിൽ വെക്കാൻ കൊള്ളാവുന്ന ഒറ്റ ഹാറ്റേ ഉള്ളൂ. അതൊരു ഹാറ്റല്ല, ഇറ്റ് ഈസ് എ ക്രൗൺ. അതൊരു കിരീടമാണ്. ബിക്കോസ് ഹി ഈസ് കിങ്. അവൻ രാജാവാണ്, അവൻ രാജാതിരാജാവാണ്. അവൻ്റെ തലയിൽ ദയവ് ചെയ്ത് പോലീസുകാരൻ്റെ തൊപ്പിയൊന്നും വെച്ചിട്ട് അവനെ തരം താഴ്ത്തരുത്.
അവൻ്റെ തല എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ തൊപ്പി വെച്ചിട്ട് തരം താഴ്ത്തരുത്. അവൻ്റെ തല ഒരു മജീഷ്യൻ മാൻഡ്രാക്കിൻ്റെ തൊപ്പി വെച്ചിട്ട് തരം താഴ്ത്തരുത്. യു നീഡ് ടു സീ ഹിം ആസ് എ കിങ്. Everybody should see him as a king because he is King of kings and Lord of lords. If you want to accept Jesus, you need to accept him as a king, not as an executive chef, not as a magician. ഭരിക്കാനായി നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചാൽ മതി. കാരണം യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. എന്തിന്? ഭരിക്കാൻ വേണ്ടി. അല്ലാതെ ചെന്ന് വല്ലതും കർത്താവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് പോരാൻ അതൊന്നും പ്രയാസമില്ല. എൻ്റെ വീട്ടിൽ ഭിക്ഷക്കാർ വന്നു കഴിഞ്ഞാൽ അവൻ്റെ പശ്ചാത്തലവും പാരമ്പര്യവും ഒന്നും നോക്കിയൊന്നുമല്ല ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നത്, ഇല്ലേ? എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രയാസമോ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു രോഗമുണ്ടെങ്കിൽ അത് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങളുടെ പശ്ചാത്തലവും പാരമ്പര്യവും നോക്കി നിങ്ങൾ കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുമെന്ന് നോക്കിയിട്ടൊന്നും അല്ല കർത്താവ് സൗഖ്യം തരുന്നു. നോക്ക്, എനിക്ക് പണ്ടൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഒരാൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നാലും അന്നേരം ഞാൻ ചോദിക്കുമായിരുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്നാലേ ഞാൻ പ്രാർത്ഥിക്കുന്നൊക്കെ. പിന്നെ ഞാൻ മനസ്സിലാക്കി, എടാ കർത്താവ് പോലും അങ്ങനെ ചോദിച്ചില്ല. കർത്താവ് എന്തോ വരുന്ന എല്ലാവർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക, അല്ലേ? അല്ലെങ്കിൽ വരുന്ന എല്ലാവരെയും സൗഖ്യമാക്കുക. അതിനകത്ത് എത്ര പേര് രക്ഷിക്കപ്പെട്ടു? അതിനകത്ത് മിക്കവരും രക്ഷിക്കപ്പെട്ടില്ല. ക്യാപ്റ്റൻ സാമുവലിൻ്റെ മോൻ ഫിന്നി ഒരു പ്രാവശ്യം ഞാൻ മധ്യപ്രദേശ് ഉണ്ടായിരുന്ന സമയത്ത് ദമോയിൽ വന്നായിരുന്നു. ദമോയിൽ വെച്ച് ഫിന്നി എന്നോട് പറഞ്ഞ കാര്യം, ഭോപ്പാലിൽ ഫിന്നി വന്ന് വർക്ക് തുടങ്ങിയതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിച്ച് സൗഖ്യമായവരെല്ലാം കൂടെ വന്നായിരുന്നെങ്കിൽ ഭോപ്പാലിലെ വലിയ മെഗാ ചർച്ച് ആയിരുന്നേനെ. പ്രാർത്ഥിച്ച് സൗഖ്യമാകാൻ വേണ്ടി വരുന്ന ആളുകൾ ആരെങ്കിലും വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ, അതിനകത്ത് നിങ്ങൾ വലിയ ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് അവരെല്ലാവരും അങ്ങ് സ്വർഗത്തിലോട്ട് പോകുമെന്നോ അവർ രക്ഷിക്കപ്പെട്ടെന്നോ അർത്ഥമൊന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ ഈ കയ്യിൽ നിന്ന് അത്ഭുതകരമായി അപ്പം വാങ്ങിച്ചവരെല്ലാം എന്നെ സ്വർഗത്തിൽ പോയോ? യേശു സൗഖ്യമാക്കി എല്ലാവരും സ്വർഗത്തിൽ പോയോ? യേശു ഭൂതങ്ങളെ പുറത്താക്കിയവർ സ്വർഗത്തിൽ പോയോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതുകൊണ്ട് യേശുവിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം സ്വീകരിക്കാനായിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട്. അവർ വാങ്ങിച്ചോണ്ട് പോക്കോട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. പക്ഷേ അവരാരും യേശുവിനെ സ്വീകരിച്ചില്ല. നിങ്ങളുടെ ജോലി, അല്ലെങ്കിൽ നിങ്ങൾ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ, യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരാൾ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ, രോഗസൗഖ്യം തരുന്ന വ്യക്തി എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. യേശുവിനെ കുറിച്ച് അവർ പറയുമ്പോഴെല്ലാം പറയുന്നത് യേശു കർത്താവാണെന്നാണ്, രാജാവാണെന്നാണ്. ഹി ഈസ് ലോർഡ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 3000 പേര് ഓടിക്കൂടി വന്നപ്പോഴും പത്രോസിന് പ്രസംഗിക്കാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം നിങ്ങളുടെ കർത്താവും രക്ഷിതാവും ആക്കിയിരിക്കുന്നുവെന്ന്, നിങ്ങളുടെ കർത്താവാക്കിയിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും കൃത്യമായിട്ട് അറിഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ കർത്താവാക്കിയിരിക്കുന്നു. നിങ്ങൾ ക്രൂശിച്ചവനായ ഈ യേശുവിനെ തന്നെ, അവർ ക്രൂശിച്ച യേശുവിനെ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കിയിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. വേദപുസ്തകത്തിലുടനീളം നമ്മൾ നോക്കിയതാണ് യേശുവിനെ അപ്പോസ്തലന്മാർ പരിചയപ്പെടുത്തുന്നത് കർത്താവായിട്ടാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ രാജാവ് തന്നെയാണ്. കുറിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം കിങ് എന്നാണ്. കിങ് എന്നല്ല, കുറച്ചുകൂടെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാജാവ് എന്നുള്ള നിലയിലാണ്, ഇല്ലേ? അതുകൊണ്ടാണ് കുറിയോസ് എന്ന് പറയുന്ന, അന്ന് റോമൻ ചക്രവർത്തിയുടെ കാലയളവിൽ, പീഡന കാലയളവിൽ ക്രിസ്ത്യാനികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവൻ വെടിയേണ്ടി വന്നത് ജീസസ് ഈസ് കുറിയോസ് എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ്. യേശുവാണ് ഞങ്ങളുടെ കർത്താവ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. സീസർ മാത്രമാണ് കുറിയോസ് എന്ന്, അല്ലെങ്കിൽ രാജാവെന്ന് പറയേണ്ട സ്ഥാനത്ത് ഞങ്ങളുടെ കുറിയോസ്, ഞങ്ങളുടെ രാജാവ് സീസർ അല്ല, ഞങ്ങളുടെ രാജാവ് യേശുവാണെന്ന് പറഞ്ഞതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തെ കളഞ്ഞിട്ടുണ്ട്, ജീവനെ കളഞ്ഞിട്ടുണ്ട്. ജീവിതത്തെ അല്ല, ജീവനെ കളഞ്ഞിട്ടുണ്ട്. They were ready to die for this confirmation. ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഈ ഒരു ഉറപ്പിന് വേണ്ടി മാത്രം അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. എന്ത്? ജീസസ് ഈസ് അവർ ലോർഡ്. നമുക്ക് കഴിയുന്നെങ്കിൽ മാത്രമേ അവനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്നതിൻ്റെ തന്നെ പ്രഥമ നടപടി എന്താണ്? നമ്മുടെ കസേര ഒഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കസേരയിൽ ഇരിക്കുന്നവനെ താഴെ ഇറക്കണം. താഴെ ഇറക്കിയാൽ മാത്രം പോരാ, താഴെ ഇറക്കി നിർത്തിയാലും പോരാ. ഇപ്പൊ കസേരയിൽ ഇരിക്കുന്നത് ആരാണെന്ന് അറിയുമ്പോഴാണ് അതിന്റെ പ്രശ്നം. ഇപ്പോൾ കസേരയിൽ ഇരിക്കുന്നത് നമ്മുടെ, when we read Romans chapter 7:14, I will read it. അതിനുമുമ്പ് ഞാൻ പറയട്ടെ, അവനെ താഴെ ഇറക്കിയാൽ മാത്രം പോരാ, പിന്നെ കസേരയിലോട്ട് വലിഞ്ഞ് കയറി ഇരിക്കാത്ത വണ്ണം അവനെ എന്താണ്, അവനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ടോട്ടലായിട്ട് പുറത്താക്കിയാലേ പറ്റുള്ളൂ. റോമൻസ് ചാപ്റ്റർ 7:14 വായിക്കുമ്പോൾ ആരാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭരണസാരഥ്യം വഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. റോമൻസ് ചാപ്റ്റർ 7:14, we know that the law is spiritual but I am carnal, sold under sin.
ന്യായപ്രമാണം നല്ലതാണ്, ഇറ്റ് ഈസ് ഗുഡ്, ബട്ട് ഐ എം കാർണൽ, ഞാനോ ജഡമയൻ, അതുകൊണ്ട് ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാണ്. അപ്പോൾ ഇപ്പോൾ എന്നെ ഭരിക്കുന്നത് ആരാണ്? ദാസനായി വിൽക്കപ്പെടുമ്പോൾ യജമാനനാണല്ലോ ഭരിക്കുന്നത്. Who is ruling over me? It is sin. It is my carnal self. I am carnal. അതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആരോട്, വേദോസം പറയുന്നൊരു കാര്യമുണ്ട്, ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിൻ്റെ അടിമയാണ്. നമ്മൾ എന്തിനോടാണ് തോൽക്കുന്നത്? നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാരോടൊന്നും അല്ല തോൽക്കുന്നത്. ഒരിക്കൽ നമ്മൾ ബ്രിട്ടീഷുകാരോട് തോറ്റെന്നൊക്കെ പറയാം, പക്ഷെ നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാരോടല്ല തോൽക്കുന്നത്. നമ്മളിപ്പോൾ ഓരോ ദിവസവും നമ്മൾ തോൽക്കുന്നത് ആരോടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പാപത്തോടാണ്, നമ്മുടെ ഉള്ളിലുള്ള പാപത്തോടാണ് നമ്മൾ തോൽക്കുന്നത്. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ന്യായപ്രമാണം ആത്മീയമെന്ന് നാം അറിയുന്നു, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഐ എം സോൾഡ് അണ്ടർ സിൻ. പാപത്തിന് ദാസനായി, അതായത് when sin asks me something, I'm obliged to do that. That's the reason why I say that I'm a captive of sin. പാപത്തിൻ്റെ ദാസനാണെന്ന് പറയാൻ കാര്യം, when sin asks you to do something, this is exactly what is happening, right? നമ്മുടെ ജീവിതത്തിൽ ശരിക്കും സംഭവിക്കുന്ന കാര്യം ഇതാണ്. നമ്മളോട് പാപം എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. When sin asks you something, you know what happens? We are obliged to do that. We do it. We never wanted to do it. നമുക്കത് ചെയ്യണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. But what happens? Somehow നമ്മളത് ചെയ്തു പോകുന്നു. അത് ചെയ്തു പോകുന്നെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? നമ്മളിപ്പോൾ ഭരിക്കുന്ന ആരാണ്? ഇറ്റ് ഈസ് സിൻ. ഇറ്റ് ഈസ് സിൻ. പക്ഷേ ഈ സിൻ അവിടെ എഴുതിയിരിക്കുന്നത് ഞാനോ ജഡമയൻ, ബട്ട് ഐ എം കാർണൽ, ഐ എം സോൾഡ് അണ്ടർ സിൻ. വി ആർ സോൾഡ് അണ്ടർ സിൻ. നമ്മൾ പാപത്തിന് ദാസന്മാരായിട്ട് വിൽക്കപ്പെട്ടിരിക്കുന്നു. ശരിക്കും ഇതൊരു ബോണ്ട് എഴുതി കൊടുക്കുന്നതിന് തുല്യമാണ്. ഒരു ബോണ്ട് എഴുതി കൊടുക്കുന്നതിന് തുല്യം. In fact, when we commit the first mistake, when Adam committed the first mistake in the Garden of Eden, you know what was happening? He was writing a bond. He just wrote some in a paper that I belong to Satan, and he was giving himself to sin. പാപം പറഞ്ഞത് അവൻ എന്ത് ചെയ്തു? അനുസരിക്കുകയാണ്. ഒരു ബോണ്ടിന്റെ കീഴിലാവുകയാണ് അവൻ. ഒരു ബോണ്ടിന്റെ കീഴിലാവുകയാണ്. That time onwards, everybody who is born of Adam, they are bound to commit sin. അത് ചെയ്യണോ വേണ്ട എന്നുള്ളതല്ല, ചെയ്യരുതെന്ന് ന്യായപ്രമാണം അവിടെ ഉണ്ട്. ബട്ട് the humanity, in fact, അവിടെ പറയുന്ന കാർണൽ എന്നുള്ള വാക്ക് എന്താണ് വാസ്തവത്തിൽ? കാർണൽ, ജഡമായി എന്നുള്ള വാക്കിനോട് ഉപയോഗിച്ചിരിക്കുന്നത് ഐ എം കാർണൽ. എന്താണ് കാർണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക്? ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സെൽഫുമായിട്ട് ബന്ധപ്പെട്ടാണിത്. ഇപ്പോൾ എൻ്റെ ബോഡിയിലെ ഓരോ അവയവത്തിനും കൽപ്പന കൊടുക്കുന്നത് ശരിക്കും ഞാനാണ്. ഇറ്റ് ഈസ് മൈ സെൽഫ്. നമ്മൾ ചിലപ്പോൾ പിള്ളേരൊക്കെ പറയുമല്ലോ, ചുമ്മാ അടിച്ചു വെച്ച പിള്ളേർ ചോദിക്കും, എന്തിനാണ് എന്നെ അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഞാനല്ല അടിച്ചത്, പിന്നെ ആരാ അടിച്ചത്? എൻ്റെ കൈ അടിച്ചതെന്ന് പറയും. അങ്ങനെ കൈക്ക് അടിക്കാനും ഒന്നും പറ്റത്തില്ല. യു നോ ദാറ്റ്. കൈക്ക് അടിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അടിക്കുന്നത് ആരാണ്? ഇൻഫാക്ട് ഞാൻ എൻ്റെ സെൽഫാണ്, ഞാനാണ്, എൻ്റെ ഹ്യൂമൻ ഫാക്കൽറ്റിയാണ്, എൻ്റെ മാനുഷികമായി അല്ലെങ്കിൽ ഹ്യൂമനിറ്റി എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആണ് തീരുമാനമെടുക്കുന്നത്. എൻ്റെ തീരുമാനം എൻ്റെ കൈയും കാലും ഒക്കെ അനുസരിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്നിലിരുന്ന് ഭരിക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷേ എന്നിലിരുന്ന് ഭരിക്കുന്ന ഞാൻ ഇപ്പോൾ എന്തിനോടാണ് എൻ്റെ ഇൻക്ലിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടുവേർഡ്സ് സിൻ. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിലിരിക്കുന്ന ഞാനുണ്ടല്ലോ, എൻ്റെ സെൽഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ആ ഹ്യൂമൻ ഫാക്കൽറ്റി, അത് പണ്ട് തൊട്ടേ അങ്ങനെ ആയിരുന്നെന്നല്ല. വെൻ ഗോഡ് ക്രിയേറ്റഡ് ഇറ്റ് വാസ് ഡിവൈൻ. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ഹ്യൂമനിറ്റി, നമ്മുടെ ഹ്യൂമൻനെസ് എന്ന് പറയുന്നത് അത്ര മോശമൊന്നുമല്ല, മനുഷ്യൻ എന്ന് പറയുന്നത് അത്ര മോശമൊന്നുമല്ല, ബിക്കോസ് മാൻ വാസ് ക്രിയേറ്റഡ് ബൈ ഗാഡ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹ്യൂമനിറ്റി കാർണലായി പോകുന്ന, അല്ലെങ്കിൽ ജഡമയമായി പോകുന്ന, പ്രാകൃതമായി പോകുന്നത് നമുക്ക് അതിനോടുള്ള പാപത്തോടുള്ള ഒരു അഭിനിവേശം കൊണ്ടാണ്. എന്തുകൊണ്ട് അതുണ്ടാകുന്നു? ദൈവത്തെ അനുസരിച്ചിരുന്നപ്പോൾ ഈ ഹ്യൂമനിറ്റി നല്ലതായിരുന്നു. ദൈവത്തെ അനുസരിച്ചിരുന്ന നിഷ്കന്മഷ യുഗത്തിൽ ആദാമും ഹവ്വായും ദൈവവും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് എന്താണ് അവരുടെ ഇൻട്രസ്റ്റ് എന്തായിരുന്നു? They were running towards God. Every cool of the evening God was coming down and they were spending time together, and these people were just looking for that.
എപ്പോഴും നോക്കിയിരിക്കുകയാണ്. They really loved the presence of God. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ സെൽഫ്. അന്ന് സെൽഫിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? പക്ഷേ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ യു നോ വാട്ട് ഹാപ്പൻ? അനുസരണക്കേട് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എന്താണ്? ഈ സെൽഫിനുള്ളിലേക്ക് ആദാം കുത്തിവെച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാഷനാണ്, മോഹങ്ങളാണ്. അനുസരണക്കേട് ഉണ്ടാകാൻ കാരണം എന്താണ്? മോഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് മോഹം എന്ന് പറയുന്നത് എത്ര നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് നമ്മൾ പറയുന്നത്. യുനോ എങ്ങനെയാണ് ഹൗവ പഴം പറിച്ച് തിന്നുമ്പോഴത്തേക്ക് അവൾ പറയുന്നത് ഈ പഴം ഇത് ഇറ്റ് ഈസ് ഗുഡ് ടു സീ, കാണാനായിട്ട് അത് നല്ലതാണ് എന്നാണ് പറയുന്നത്. Genesis chapter 3 verse 6. So when the woman saw that the tree was good for food and that it was a delight to the eyes and the tree was to be desired to make one wise, she took of the fruit and ate, and she also gave some to her husband. അവള് അത് when she looked at it, അവളത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പറയാണ് it is good for food, കഴിക്കാൻ കൊള്ളാം, it is tasty. And also she says that it is good for a delight for her eyes. അവളുടെ കണ്ണിന് നല്ലതാണ്, അവളുടെ രുചിക്ക് നല്ലതാണ്. And also ജ്ഞാനം പ്രാപിച്ച് ഇവർക്ക് ആരെ പോലെ ആകാം? ദൈവത്തെ പോലെ ആകാൻ പറ്റും. അപ്പോൾ ഈ അതിമോഹം, കാണാൻ ഭംഗിയുള്ള പഴം, തിന്നാൻ രുചിയുള്ള പഴം, ജ്ഞാനം പ്രാപിപ്പാൻ കൊള്ളാവുന്ന പഴം, ശരിക്കും വേദവസം പറയുന്നത് കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് മൂന്നും ഈ ഒരൊറ്റ കാര്യത്തിൽ തന്നെ ഉള്ളടങ്ങിയിരിക്കുകയാണ്. ഇറ്റ് വാസ് ഗുഡ്, ഇറ്റ് വാസ് എ ഡിലൈറ്റ് ഫോർ ഹെർ ഐസ് ആൻഡ് ഷീ വാസ് സീയിങ് ഇറ്റ് ആസ് ഗുഡ്, എ ഗുഡ് ഫുഡ്. ആൻഡ് ഓൾസോ ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഗിവ്സ് ദം or what? Knowledge, and the knowledge will make them equal with God. ദൈവം ഒരുമിച്ച് ചേർക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് ഒന്നാക്കി തീർക്കുന്ന ഒരു സ്റ്റേജ്. അപ്പൊ അവിടെ ഉണ്ടായത് പാഷനാണ്, ദൈവത്തെ പോലെ ആകാനുള്ള പാഷനാണ്, ദൈവത്തെ പോലെ വാഴുവാനുള്ള പാഷനാണ് ഉണ്ടാകുന്നത്. ഈ പാഷൻ ആൻഡ് ഡിസയേഴ്സ്, അതായത് മലയാളത്തിൽ നമ്മൾ ഗലേഷ്യൻസ് വായിക്കുമ്പോൾ അവിടെ കാണുന്ന രാഗവും മോഹവും. അപ്പോൾ ജഡം എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് നമ്മളുടെ ഹ്യൂമൻ ഫാക്കൽറ്റി എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അതായത് ദൈവം നമുക്ക് തന്നതായ ആ വലിയ ദൈവാനുരൂപമായ നമ്മുടെ സെൽഫ്. ബിക്കോസ് ഗാഡ് ക്രിയേറ്റഡ് ആസ് ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്നെസ്. അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. അത് നമ്മുടെ ബോഡിയിലല്ല നമുക്കറിയാം. It doesn't mean that God also have two eyes and two legs and two hands. അങ്ങനല്ലല്ലോ, അതൊന്നുമല്ല, ശരീരരൂപമല്ല. പ്രത്യേകത എന്താണ്? ആത്മരൂപികളായി നമ്മുടെ ഉള്ളിലുള്ള നമ്മളുടെ ബീയിങ്, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ്, ആ സെൽഫ് കറപ്റ്റഡ് ആകുന്നതിന് മുമ്പ് ഇറ്റ് വാസ് ഗുഡ്. ബട്ട് വാട്ട് ഹാപ്പൻ? ആഡം വാസ് ഇൻജെക്ടിങ് പാഷൻ ആൻഡ് ഡിസയേഴ്സ് ഇൻടു ദ ഫ്ലഷ്, ഇൻടു ദ സെൽഫ്. അപ്പോൾ പാഷൻസും രാഗവും മോഹവും കൊണ്ട് കറപ്റ്റഡായ, അത് വിഷം കുത്തിവെക്കുന്നതിന് തുല്യമാണ്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആദാമിൽ നിന്ന് ജനിച്ച സകല മനുഷ്യരുടെയും സെൽഫ് കറപ്റ്റഡ് ആണ്. ആ സെൽഫാണ് നമ്മളിൽ ഭരണം നടത്തുന്നത്. അപ്പൊ എൻ്റെ കൈക്കും കാലിനും ഇപ്പോൾ ആജ്ഞ കൊടുക്കുന്നത്, എൻ്റെ കണ്ണുകൾക്ക് ഞാൻ എന്ത് കാണണമെന്ന് ആജ്ഞ കൊടുക്കുന്നത്, എൻ്റെ ചെവികൾക്ക് ഞാൻ എന്ത് കേൾക്കണമെന്ന് ആജ്ഞ കൊടുക്കുന്നത്, എൻ്റെ കാലുകൾക്ക് ഞാൻ എവിടേക്ക് പോകണമെന്ന് ആജ്ഞ കൊടുക്കുന്നത്, ഇറ്റ് ഈസ് നോട്ട് എ ഡിവൈൻ സെൽഫ്, ഇറ്റ് ഈസ് എ കറപ്റ്റ് സെൽഫ്. ഇത് തകർന്ന തരിപ്പണമായ പാപത്തിന് വിധേയപ്പെട്ട, അതുകൊണ്ടാണ് ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. എൻ്റെ ജഡത്തിൻ്റെ, എൻ്റെ സെൽഫിൻ്റെ പ്രശ്നം എന്താണ്? ഇറ്റ് ഈസ് കാർണൽ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ്? ബിക്കോസ് മൈ സെൽഫ് ഈസ് സോൾഡ് അണ്ടർ സിൻ. So I cannot take a decision. Even when I delight in the law, I am unable to obey the commandments that is written in the law. ഞാൻ ന്യായപ്രമാണത്തിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ടെങ്കിലും, എനിക്ക് ന്യായപ്രമാണത്തിൽ രസിക്കുന്നുണ്ടെങ്കിലും, ഞാൻ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ കഴിയാതെ വണ്ണം ഐ ആം എ സ്ലേവ്. ഞാൻ ഒരു സ്ലേവാണ്. എന്തിൻ്റെ സ്ലേവാണ്? പാപത്തിൻ്റെ. എൻ്റെ സെൽഫ് എൻ്റെ കൈക്ക് കമാൻഡ് കൊടുക്കുന്നത്, എൻ്റെ കണ്ണിന് കമാൻഡ് കൊടുക്കുന്നത്, ഞാൻ എൻ്റെ ഉള്ളിൽ എന്തിൽ രസിക്കുന്നോ അതിലല്ല, പ്രത്യുത
എന്താണ് അത്? എൻ്റെ കൈകളെ ഭരിക്കുന്ന എൻ്റെ കറപ്റ്റ് കാർണൽ സെൽഫാണ്, കാർണാലിറ്റിയാണ്. ആ കാർണൽ സെൽഫ് എന്നിൽ ഭരിക്കുന്നിടത്തോളം കാലം എനിക്ക് പാപമേ ചെയ്യാൻ പറ്റൂ. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? സോ ഐ എം സോൾഡ് അണ്ടർ സിൻ. ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാണെന്നാണ് പറയുന്നത്. വിൽക്കപ്പെട്ടവൻ. ഇതിനിടയ്ക്ക് ഞാൻ ചില നല്ല പ്രവൃത്തിയൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ അതിനകത്തും എൻ്റെ ഉള്ളിൽ വേറെ മോഹങ്ങളുണ്ട്. കാര്യം അതെൻ്റെ ഒരു ഗിമ്മിക്കാണ്. എന്താ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പാപമേ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ഞാൻ നല്ലവനാണെന്ന് മറ്റുള്ളവരും ഇരുന്ന് കാണിക്കാൻ ഞാൻ ചിലപ്പോൾ ചില ചില്ലറ കാര്യങ്ങളൊക്കെ കാണിക്കുമായിരിക്കും, പക്ഷെ അതൊന്നും ദൈവം കണക്കെടുത്തില്ല. വെൻ ഗോഡ് ലുക്സ് അറ്റ് all our deeds. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, യെശയ്യാ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിക്കുന്ന നീതി പ്രവൃത്തി പോലും ദൈവത്തിൻ്റെ മുമ്പിൽ അറപ്പ് തോന്നുന്ന റാക്സ് ആണെന്ന് വേദോസം പറയാൻ കാര്യം. ബിക്കോസ് ഐ എം എ സിന്നർ. ഐ എം എ സിന്നർ. സിന്നർ എന്ന് പറയുന്നത് പാപം ചെയ്ത് 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 നമ്മളങ്ങ് പാപിയാവുന്നതല്ല നമ്മൾ മനസ്സിലാക്കണം. എന്താണ് why I commit a mistake, why I commit a sin? Because I am a sinner. A sinner is committing sins. മാങ്ങ കായ്ച്ച് 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 മാവാവുകയല്ലോ ഒരു വൃക്ഷം. പ്രത്യുത വൃക്ഷം മാവായതുകൊണ്ട് അതിൽ നിന്ന് ഫലം മാങ്ങയായി തീരുകയാണ്, അല്ലേ? ഇതുപോലെ പാപം ചെയ്ത് ചെയ്ത് ഒരാൾ പാപിയാവുകയല്ല, പാപി ആയതുകൊണ്ട് ഒരാൾ പാപം ചെയ്തു പോവുകയാണ്. You know why? Because I am sold under sin. പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. ആ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ട ആ സെൽഫിനെ, അതുകൊണ്ടാണ് ഈ ജഡമയനായ കാർണലായിട്ടുള്ള കാർണൽ സെൽഫാണ് ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? കസേരയിൽ ഇരുന്ന് ഭരണം നടത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ പാപമായി തീരുന്നത്. അതുകൊണ്ട് ഞാൻ യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ ഇപ്പോൾ എന്നിൽ ഭരിക്കുന്ന കാർണൽ സെൽഫിനെ ആ കസേരയിൽ നിന്ന് ഇറക്കി വിട്ടേലേ പറ്റുള്ളൂ. You understand what I say? So this is the beginning. This is a prerequisite for receiving Jesus. The first thing എന്താണ്? You need to see that you are emptying the chair, the throne in your life. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ സിംഹാസനത്തെ ശൂന്യമാക്കി കൊടുക്കണം യേശുവിന് ഇരിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, എന്നിൽ ഭരണം നടത്തുന്ന പാപപ്രകൃതമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഒറ്റ കസേരയുള്ള ആ കസേരയെ കയറിയിരിക്കുന്ന ഈ സെൽഫ്. യേശുവിന് കയറണമെങ്കിൽ ഈ സെൽഫിനെ കസേരയിൽ നിന്ന് വലിച്ചിറക്കി ക്രൂശിൽ കയറ്റി ആണി അടിച്ചിട്ടാലേ എൻ്റെ ജീവിതത്തിൻ്റെ ഭരണ കസേര ഒഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഗലേഷ്യൻസ് ചാപ്റ്റർ 5 പൗൾ പറയുന്നത്, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. എന്തിന്? ഇവനെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇവൻ വലിഞ്ഞു കയറും പിന്നെയും എവിടെ? ഈ കസേരയിൽ. യേശുവിന് ഇരിക്കാൻ കഴിയാത്ത നിലയിൽ. യേശു വളരെ സൗമ്യനായതുകൊണ്ട് അവൻ വഴക്ക് പിടിച്ച് അവിടെ ഇരിക്കത്തില്ല. ആരെങ്കിലും ഇത്തെ വലിഞ്ഞു കയറാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ നേതാക്കന്മാരൊക്കെ കസേര വിട്ടുകൊടുക്കത്തില്ലെങ്കിലും യേശുവിന് കസേര വിട്ടുകൊടുക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ്. സെൽഫ് വലിഞ്ഞു കയറി വന്നു കഴിഞ്ഞാൽ കർത്താവ് പറയും, എനിക്ക് വഴക്കുണ്ടാക്കാൻ വയ്യ. കർത്താവ് ഒഴിയത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുയേശുവിനുള്ളവർ ക്രിസ്തുവിനിരിക്കേണ്ടതിന് വേണ്ടി എപ്പോഴും കസേര ഒഴിഞ്ഞു കിടക്കേണ്ടതിന് ഇപ്പോൾ നമ്മുടെ കസേരയിലിരിക്കുന്ന സെൽഫിനെ എന്ത് ചെയ്യണം? അതിൻ്റെ രാഗത്തോടും മോഹത്തോടും കൂടെ. വാസ്തവത്തിൽ സെൽഫിനെ നഷ്ടപ്പെടുത്തിയത്, സെൽഫിനെ കറപ്റ്റ് ആക്കിയത്, സെൽഫിനെ തകർത്തു കളഞ്ഞ എന്താണ്? It is a passions and desires. It's a passions and desires. ആദാം കുത്തിവെച്ച ആ മോഹങ്ങളോടുകൂടെ, മോഹങ്ങൾ കുത്തിവെച്ച് കറപ്റ്റാക്കിയ ഈ സെൽഫിനെ താഴെ ഇറങ്ങി വരാൻ കഴിയാതെ വണ്ണം ക്രൂശിൽ തറച്ച് ആണി അടിച്ചിട്ടാൽ മാത്രമേ, ഗലേഷ്യൻസ് ചാപ്റ്റർ 5:24 നമ്മൾ കാണുന്നതാണ്, ആ കസേര യേശുവിനായി കൊടുക്കാനായിട്ട് നമ്മൾ എന്താ? ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. കയ്യേലും കാലേലും ആണി അടിച്ചിരിക്കുന്ന 3 ആണികളിലും കൂടെ ആണി അടിച്ചാലേ പറ്റുള്ളൂ. അവിടെ ഈ ജഡത്തെ ഒരിക്കലും വലിഞ്ഞു കയറി വരാൻ ഇടയാകാതിരിക്കണമെങ്കിൽ നന്നായിട്ട് ആണി അടിച്ച് കയറ്റിയാലേ പറ്റുള്ളൂ. ഒരാൾ ബാപ്റ്റിസം എടുക്കാൻ വേണ്ടി പോയ സമയത്ത്
അയാൾ ബാപ്റ്റിസം ടാങ്കിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുകയാണ്. കൈ പൊക്കി പിടിച്ചിരുന്നപ്പോഴത്തേക്ക് ചോദിച്ചു, എന്താണോ താൻ കൈ പൊക്കി പിടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, പാസ്റ്ററേ നിങ്ങൾ പ്രസംഗിച്ചു പറഞ്ഞല്ലോ കർത്താവിൻ്റെ കസേര കൊടുക്കുകയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എനിക്ക് ഇനിയും എന്താണ് ഈ കൈ എന്തോ ചെയ്യണമെന്നൊക്കെ കർത്താവ് തീരുമാനിക്കുന്നതെങ്കിൽ എനിക്ക് കൈ ഇപ്പം മുക്കാൻ പറ്റത്തില്ല. കാര്യം എനിക്ക് ഒരാളോട് ഇച്ചിരി ഒരു കണക്ക് തീർക്കാനുണ്ട്, അതുകൂടെ തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഞാൻ കൈ വന്ന് മുക്കിക്കോളാമെന്ന്. ഇത് ആണിയ എന്നാ ക്രൂശിൽ തറയ്ക്കുന്നത് പോലെ ഉള്ളൂ. ക്രൂശിൽ തറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 ആണികളിൽ തറച്ചിരിക്കണം. കൈയും കാലും തറച്ചിരിക്കണം, പിന്നെ തലയിലൊരു മുൾക്കിരീടവും മാറത്ത് ഒരു സ്പിയറും കൂടെ, ഒരു കുന്തം കൂടെ ആകുമ്പോഴാണ് നമ്മുടെ ക്രൂശീകരണം പൂർത്തിയാകുന്നത്, അല്ലെങ്കിൽ പൂർത്തിയാകത്തില്ല. അതുകൊണ്ട് ക്രിസ്തുവേശുവിനുള്ളവർ എന്താണ്, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. യേശു കയറി വന്ന് നമ്മുടെ ഒറ്റക്കസേരയിലിരുന്ന് നമ്മളെ റൂൾ ചെയ്യാനായിട്ട് ഈ നമ്മുടെ സെൽഫിനെ ഒഴിച്ചു കൊടുത്താൽ യേശു തീർച്ചയായിട്ടും കടന്നു വന്ന് നമ്മളെ വാഴും. ജീസസ് ഈസ് കമ്മിങ് ഓൺലി ടു റൂൾ ഓവർ അസ്. അവൻ്റെ തലയിൽ നമ്മൾ പല പല തൊപ്പികൾ വെച്ചിട്ട് കാര്യമില്ല. അവൻ്റെ തലയിൽ എപ്പോഴും ഒരു ക്രൗൺ മാത്രമേ ഉണ്ടാകാവൂ. അവനെ നമ്മൾ കാണുമ്പോൾ അവൻ്റെ തലയിൽ രാജാതി രാജാവായിട്ട്, ഹി ഈസ് കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്. ഈവൻ വെൻ ഹി വാസ് ഓൺ ദ ക്രോസ്, അവൻ ക്രൂശിൽ കിടക്കുന്ന സമയത്തും അവൻ രാജാവാണ്. വി നീഡ് ടു നോ about the lordship of Jesus Christ. അത് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. യേശുവിനെ സ്വീകരിക്കുന്നവർ യേശു രാജാവായി നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ട് അവനെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളെ അവൻ ഭരിക്കട്ടെ. അവന് കസേര കൊടുക്കേണ്ടതിന് ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ നമ്മൾ ക്രൂശിച്ചേ പറ്റുകയുള്ളൂ. യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രോസസ്സാണ്. അത് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ എന്താണ്, അതൊരു വലിയൊരു പ്രോസസ്സാണെന്ന് പറയുമ്പോൾ പല ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന അർത്ഥത്തിലല്ല. ആ പ്രോസസ്സിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്നതിനെ ലഘൂകരിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് രക്ഷിക്കപ്പെടാനായിട്ട് ഒരാൾ കൈപൊക്കിയാൽ മതി. ഇനി ആരാണ് കൈപൊക്കുക? അങ്ങനെ കൈപൊക്കിയാലോട് രക്ഷിക്കപ്പെടുന്നതൊന്നും അല്ല വേദപുസ്തകം പറയുന്നത്. യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ അതിനോട് ചേർന്ന് നമ്മൾ നടത്തുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ജഡത്തെ അതിൻ്റെ രാഗമോഹത്തോടുകൂടെ പറിച്ച് നമ്മുടെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി കൊടുത്തിട്ട് മാത്രമേ നമുക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ യേശുവിനെ സ്വീകരിച്ചാൽ ഇവിടെ യേശു കയറിയിരിക്കുന്നത്. അതുകൊണ്ട് കൈപൊക്കിയ ഉടനെ എല്ലാവരും അങ്ങ് സ്വർഗത്തിൽ പോകുന്ന ആരും ചിന്തിക്കരുത്. ഇന്നിപ്പോൾ കൈപൊക്കുക പോലും വേണ്ട. പണ്ടൊക്കെ ആണെങ്കിൽ കൈയെങ്കിലും പൊക്കണമായിരുന്നു. ഇപ്പോൾ കൈപൊക്കണ്ട, ടിക്ക് ഇട്ടാൽ മതി. ഞാൻ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു, ടിക്ക്. ഞാൻ ശാനപ്പെടാൻ ആഗ്രഹിക്കുന്നു, ടിക്ക്. എനിക്ക് പ്രശ്നങ്ങളുണ്ട്, ടിക്ക്. എന്തൊരു ഈസിയാണെന്ന് നോക്കണം. എങ്ങനെ നമുക്കിതിനെ ലഘൂകരിക്കാൻ കഴിയുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. DL മോഡിയുടെ മീറ്റിങ്ങുകളിൽ ആളുകൾ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് ഐ ഹാവ് റിട്ടൺ എ ബുക്ക് ഓൺ DL മോഡി. മേ ബി യു ക്യാൻ ബൈ ഇറ്റ് ലേറ്റർ. DL മോഡിയുടെ ഒരു ബുക്കിനകത്ത് ഞാൻ DL മോഡിയുടെ മീറ്റിങ്ങുകളിൽ ആളുകൾ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഹി ഈസ് preaching and after the preaching he is asking how many of you want to receive Jesus Christ, and many people stand up and he will ask those people to go to an inquiry room. രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എഴുന്നേറ്റ് നിൽക്കാൻ പറയും. അവരെ എഴുന്നേറ്റ് നിന്നിട്ട് അവർ വേറെ മുറിയിൽ പോകണം. അവിടെ ഓരോ വ്യക്തിക്ക് ഓരോ കൗൺസിലേഴ്സിനെ അവിടെ ആക്കിയിട്ടുണ്ട്. അവർ യഥാർത്ഥത്തിൽ യേശുവിനെ സ്വീകരിക്കുക എന്നാൽ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്ന് ചോദിച്ച് അവരെ അത് പഠിപ്പിച്ച് യേശുവിനെ സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വേദപുസ്തകം അവരെ കൊണ്ട് വായിപ്പിച്ച് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് എന്നാലേ ഒരാൾക്ക് രക്ഷിക്കപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ കൈവൊക്കിയാലൊന്നും DL മോഡിയുടെ മീറ്റിങ്ങിൽ ആരും രക്ഷിക്കപ്പെടുവാൻ അവർക്ക് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ഈസിയാക്കുന്നതിൻ്റെ കാരണം എന്നറിയാമോ? ഇത് ഈസിയാക്കുന്നതിൻ്റെ കാരണം ഇന്നിപ്പോൾ രക്ഷിക്കപ്പെടാനുള്ള ആഹ്വാനം പോലും ഇന്ന് സഭകളിലും അല്ലെങ്കിൽ ക്രൂസൈഡ്സിലില്ല. രക്ഷിക്കപ്പെടാനുള്ള ആഹ്വാനമില്ല. സാധാരണ രീതിയിലെല്ലാം അവസാനത്തെ മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്, എന്തിനു വേണ്ടി? നിങ്ങൾക്ക് കാർ വേണമെങ്കിൽ കാർ തരാനായിട്ട് യേശു വന്നിരിക്കുന്നു, കാശ് വേണമെങ്കിൽ പണം തരാനായിട്ട് യേശു വന്നിരിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം വേണമെങ്കിൽ ഏത് കോളേജിൽ അഡ്മിഷൻ വേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി, ആ കോളേജിൽ അഡ്മിഷൻ തരാനായിട്ട് യേശു വന്നിരിക്കുന്നു, ഇന്ന് രാത്രി യേശു വന്നിരിക്കുന്നു, വീട് വേണോ വീട് തരാൻ യേശു വന്നിരിക്കുന്നു, ഇപ്പോഴത്തെ വീട് പോരായോ വലിയ വീട് വേണോ വലിയ വീട് തരാൻ യേശു വന്നിരിക്കുന്നു. ഈ യേശുവിനെ ആർക്ക് വേണം? ഈ യേശുവിനെ ആർക്കാ വേണ്ടാത്ത? നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം കാശ് തരുന്ന, നമ്മുടെ പിള്ളേർക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ തരുന്ന, നമ്മുടെ വീട് വലിയ വീട് ആക്കി തരുന്ന യേശുവിനെ ആർക്കാ വേണ്ടത്? അപ്പോൾ എല്ലാവരും കൈപൊക്കിയവരെല്ലാം രക്ഷിക്കപ്പെട്ടു. ഇതാണോ വാസ്തവത്തിൽ മാർഗമെന്നോ? ഇതാണോ കർത്താവ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ വളരെ വിശാലമാക്കുകയാണ്. എന്താണെന്നറിയാമോ? നമുക്ക് നമ്മുടെ പ്രസംഗത്തിൽ കൂടുതൽ ആളുകൾ വേണം, നമുക്ക് മെഗാ ചർച്ച് പണിയണം. എന്തിനു വേണ്ടിയാണ്? എങ്ങനെയുള്ളവർ വന്നാലും കുഴപ്പമില്ല. നമ്മൾ ചിന്ത എന്തുകൊണ്ടാണ്? എനിക്ക് കൂടുതൽ ആൾ വേണം. എന്താണെന്നറിയാം? എൻ്റെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാനാണ്. ഒരു പ്രസംഗകൻ പ്രസംഗത്തെ ലഘൂകരിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അയാളുടെ ഈഗോയാ. കാരണം അയാളുടെ പ്രസംഗത്തിൽ കൂടുതൽ ആളുകൾ കൈവെക്കുന്ന അയാൾക്ക് കാണണം. അയാൾക്ക് സ്വയം
പുകഴ്ത്തണം. എൻ്റെ മീറ്റിംഗിൽ ഇത്ര പേര് രക്ഷിക്കപ്പെട്ടു, എൻ്റെ സഭയിൽ ഇത്ര പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കാനുള്ള രീതിയിൽ വാസ്തവത്തിൽ കർത്താവിൻ്റെ കൽപ്പനകളെ എന്ത് ചെയ്യാണ്? ലഘൂകരിക്കുന്നത്. It is some kind of sins. I don't think even God will pardon it. I'm not joking. നമ്മൾ ഒരിക്കലും നമ്മുടെ ഈഗോയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാകരുത്. DL മോഡിയോട് ഒരാൾ ചോദിച്ചു, ലണ്ടനിൽ 2 വർഷത്തെ ഒരു ക്യാമ്പയിൻ അദ്ദേഹം നടത്തി. ലണ്ടൻ ക്യാമ്പയിൻ കഴിഞ്ഞപ്പോൾ DL മോഡിയോട് ഒരാൾ ചോദിച്ചു, എത്ര പേര് നിങ്ങളുടെ ലണ്ടൻ ക്യാമ്പയിനിൽ രക്ഷിക്കപ്പെട്ടു? DL മോഡി പറഞ്ഞു, I don't know, എനിക്കറിയത്തില്ല. And I do not want to know because the book of life is not with me. എനിക്കറിയത്തില്ല, എനിക്കറിയേണ്ട ആവശ്യമില്ല, കാരണം ജീവൻ്റെ പുസ്തകം എൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്. എത്ര പേര് വന്നു എന്നുള്ളത് അവിടെ വരുമ്പോൾ അറിയും, അത്രേ ഉള്ളൂ. I am so thrilled to hear this. In these days, we are not people with a vision of eternity. നിത്യതയുടെ ദർശനം ഉള്ളവർക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറയാൻ പറ്റത്തില്ല. ഭൂമിയിലെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നവർ, പ്രസംഗകര്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈഗോ വളർത്താനായിട്ട് സുവിശേഷത്തെ ലഘൂകരിക്കരുത്? സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ നിങ്ങൾ മുഖേന എത്ര പേര് രക്ഷിക്കപ്പെടുന്നുള്ളത്. അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ അറിയാം. അവിടെ ചെന്നറിഞ്ഞാലും കുഴപ്പമില്ല, കാര്യം അവിടെ ഈഗോ ഇല്ലല്ലോ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് ഞാൻ പറയും, എൻ്റെ പോളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറിയാം, ഈ ലോകം മുഴുവൻ പ്രസംഗം നടക്കുന്ന സാജുവിന് കിട്ടുന്നതിൻ്റെ പല മടങ്ങ് പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ഐ നോ ദാറ്റ്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ആകെയുള്ള ആശ്വാസം, പോളിന് ഇതെല്ലാം കിട്ടുമ്പം എനിക്ക് സന്തോഷമേ തോന്നത്തുള്ളൂ, കാര്യം സ്വർഗത്തിൽ അസൂയയില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെ വെച്ച് പോളിന് ഒത്തിരി പ്രതിഫലമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എന്തില്ല? സ്വർഗത്തിൽ അസൂയയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുകയാണ്, അല്ലാതെ യേശുവിനെ ഡോക്ടറായിട്ട് സ്വീകരിക്കുകയല്ല. കർത്താവിന് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു പയ്യനുണ്ട്, പീറ്റർ എന്ന് പറഞ്ഞ്, ടെൻസാനിയയില്ല, ഡാർസലാമിൽ. അവന് BBA ചെയ്തുകൊണ്ടിരിക്കുക. അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെങ്കൊച്ച്, ഒരു ക്രിസ്ത്യൻ പെണ്ണ, ഒരു യൂറോപ്യനാ. ഇവൻ പറഞ്ഞു, സിസ്റ്റർ, ദിസ് ഇസ് സൺഡേ, ലെറ്റ്സ് ഗോ ടു ദ ചർച്ച്. നമുക്ക് ഇത് സൺഡേ അല്ലേ, നമുക്ക് പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞാൽ പള്ളി ചോദിക്കുക, വൈ? ഐ എം നോട്ട് സിക്ക്. പള്ളി പോകാമെന്ന് പറഞ്ഞപ്പോൾ യൂറോപ്പിലെ കൊച്ചാ അവൾ പറയാ, എന്തിനാ? എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് പല ആളുകളും എന്താണ്, people are seeing Jesus as a doctor, but you cannot consider him as a doctor. He is king. He is king. Receive Jesus. You need to empty your throne where the ruler of your life reigns. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ വാഴുന്നതായ സെൽഫിനെ ഇറക്കി വിട്ടിട്ട് അവിടെ ആരെ കയറ്റിയിരുത്തണം? യേശുവിനെ. He has only one head. It's a crown. He is your king. If Jesus do not rule over you, you have not received Jesus. നിങ്ങളെ ഭരിക്കുന്നത് യേശു അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലെന്നാ. കാര്യം യേശുവിനെ സ്വീകരിച്ചാൽ അവൻ നിങ്ങളെ ഭരിക്കാനായിട്ട് മാത്രമേ കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങൾ തന്നെയാണെങ്കിൽ ഇതുവരെയായി നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കും, ഉപവാസം എടുക്കുന്നുണ്ടായിരിക്കും, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, യേശു നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? കാരണം അവൻ രാജാവാണ്. അവൻ നിങ്ങളെ ഭരിക്കാൻ വേണ്ടി മാത്രമേ അവൻ കടന്നു വരികയുള്ളൂ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. Everybody, close your eyes. We just want to see that Jesus is ruling over us. We want to see that we are crucifying ourselves with all its passions and desires. അത് 3 ആണികളിലും അടിച്ച് നമ്മുടെ ജഡത്തെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കുന്ന ഒരു സ്റ്റേജ്. യേശുവിനെ ഇരിക്കുവാൻ കസേര ഒരുക്കി കൊടുക്കുന്നതാണ് അവനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, നമ്മുടെ മെസ്സേജസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ. ഐ ജസ്റ്റ് want you to receive Jesus in your heart and your mind and in your life. ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ യേശുവിനെ രാജാവായിട്ട് അറിയുവാൻ, രാജാവായിട്ട് സ്വീകരിക്കുവാൻ. അത് സ്വീകരിക്കണമെങ്കിൽ അവൻ ഒരിക്കലും വഴക്കുണ്ടാക്കി അകത്ത് കയറുന്നവനോ വഴക്കുണ്ടാക്കി ഭരിക്കുന്നവനോ അല്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സെൽഫിനെ, പാഷൻസ് കാർണലാക്കിയ നിങ്ങളുടെ സെൽഫിനെ. ദൈവം അത് സൃഷ്ടിച്ചപ്പോൾ മോശമായിരുന്നില്ല, പക്ഷേ ആദാം കുത്തിവെച്ച് പാപത്തിൻ്റെ അടിമയാക്കിയിരിക്കുകയാണ് നമ്മളെ. ഇന്നിപ്പോൾ നമ്മുടെ സെൽഫ് കറപ്റ്റഡ് ആണ്. ഇറ്റ് ഈസ് കാർണൽ. പാപത്തോട് മാത്രമേ അതിന് വിധേയത്വമുള്ളൂ. ആ സെൽഫിനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കേണ്ടതിന് വേണ്ടി ഈ യേശുവിനെ രാജാവായി സ്വീകരിക്കുവാൻ ഇതുവരെ അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് യേശുവിനെ രാജാവായി സ്വീകരിക്കുവാനും എൻ്റെ സെൽഫിനെ കാൽവറി ക്രൂശിൽ തറച്ച് മാറ്റുവാനും
ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തീരുമാനമെടുക്കുന്നവർ അവരുടെ കരങ്ങളെ ഒരു നിമിഷം ഉയർത്താം. I'm going to pray for them. I just want to see that you are giving yourself to the Lord. കാർണാലിറ്റിയെ മാറ്റിയിട്ട്, സെൽഫിനെ മാറ്റിയിട്ട്, എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിയിട്ട്, ആഗ്രഹങ്ങളെ മാറ്റിയിട്ട്, താല്പര്യങ്ങളെ മാറ്റിയിട്ട്, എല്ലാ തരത്തിലുള്ള മോഹങ്ങളെയും മാറ്റിയിട്ട്, നമ്മെ വന്ന് ആളുകൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യേശുവിനെ എൻ്റെ ജീവിതത്തിൽ കർത്താവാക്കി, അവനെ രാജാവാക്കി, അവന് ഭരിക്കാനായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരെ കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, we come to your presence, of God. We just want to see that, Lord, we are receiving you as King. Lord, it is not that you are a doctor or a magician. Of course, Lord, when we need something, we come to you. Certainly, we know that you will help us. But still, we want to see that you are ruling, you are reigning in our heart, in our mind, in our life, oh God. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ചിന്തകളെ ഭരിക്കുന്ന ആ ഭരണകർത്താവായി യേശു കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവേ. പലപ്പോഴും കർത്താവ്, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. യെസ്, ഓഫ് കോഴ്സ്, നിന്റെ കരുണ കൊണ്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും നിന്നെ രാജാവാക്കുവാൻ കഴിയാത്ത ഒരു സ്റ്റേജ് പലപ്പോഴും ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും കർത്താവേ, ഞങ്ങളുടെ സെൽഫിനെ മുഴുവനായി ക്രൂശിക്കാഞ്ഞതുകൊണ്ട് ആ ക്രൂശിൽ നിന്ന് പലപ്പോഴും ഞങ്ങളുടെ സെൽഫ് കയറി ഇറങ്ങി വന്ന് ഞങ്ങളുടെ സിംഹാസനത്തിലേക്ക് കയറാൻ പരിശ്രമിക്കുന്ന ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ കർത്താവെ, ഒരിക്കലൂടെ ഞങ്ങൾ അവനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുന്ന കർത്താവെ. വി വോണ്ട് ടു സീ ദാറ്റ് വി ആർ ഫ്രീഡ് ഫ്രം എവറി കൈൻഡ് ഓഫ് പാഷൻസ് ആൻഡ് ഡിസയേഴ്സ്. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ദുർമോഹങ്ങളിൽ നിന്നും, എല്ലാ ഞങ്ങളുടെ ഇഷ്ടങ്ങളിൽ നിന്നും, ലോകമോഹങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ കർത്താവെ. നീ തന്നെ വാഴണമേ, നീ തന്നെ വാഴണമേ. നീ ഞങ്ങളുടെ രാജാവ്, നീ ഞങ്ങളുടെ രാജാവ്. നീ ഞങ്ങളെ കാക്കുന്ന ദൈവം, നീ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഞങ്ങളെ കാക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന, ഞങ്ങളെ വാഴുന്ന, ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ.